വേദിയിലേക്ക് വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الحمد لله رب العالمين. اللهم صل على سيدنا محمد بن عبد الله إمام المتقين وقائد الغر المحجلين محبوب رب المشرقين والمغربين مولانا ومولى الثقلين جد الحسن وعلى آله وصحبه ومن تبعه بإحسان إلى يوم الدين. الذي كان متواصل الأحزان دائم الفكرة ليست له راحة طويل السقف لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعلم النعمة وإن دقت لا يظن منها شيئا غير أنه لم يظن غباء ولا عنده ولا جل وحده التبسم يفتر عن مثل حد وما تلأ وجهه تلألؤ القمر البدر انظرنا يا محمد عند ربك صلى الله عليه وسلم إنك ليك تصور न ख्याल तूर सीना मेरी आरज़ू मोहम्मद मेरी जुस्तजू मदीना न जगह मुस्तफा हो मेरी अज़मतों में पूछो तुझे देख कर जहन्नम को भी आ गया पसीना मेरी जिंदगी को चाहो मुझे ले चलो मदीना मुझे मौत भी जो आए तो हज़ाम में मदीना അന്നം കൊടുപ്പിൻ പശിച്ചേതി രാജ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക ക്ഷമിപ്പിൻ ക്ഷമാശീലനാണത്രയും ശക്തനും മോദിയ വേദപാരംഗത അങ്ങയെ ചൂടുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചിട്ടുമീ വേളയിൽ ബന്ധൂര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈമാറി സ്തുതിയുമാശംസയും പ്രൗഢഗംഭീരമായ ഈ വേദിയെ പ്രാർത്ഥന കൊണ്ടും തന്റെ അനുഗ്രഹീതമായ ഉദ്ഘാടന ഭാഷണം കൊണ്ടും ധന്യമാക്കിയ സമാദരണീയനായ കൊടപ്പനക്കൽ തറവാട്ടിലെ മുത്തു ശിഹാബിന്റെ പൊന്നോമന പുത്രൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളവർകളെ ഉജ്ജ്വലമായ ഈ വേദിയ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ചും അനുഗ്രഹിച്ചും കൊണ്ടിരിക്കുന്ന ഉന്നത ഈശ്വരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പണ്ഡിത ശിരോമണികളെ, ഉമറാക്കളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, നേതൃത്വങ്ങളെ, ഈ സദസ്സിന്റെ അലങ്കാരങ്ങളായിരിക്കുന്ന മാന്യ സഹോദരി സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മതന്മാരെ, സഹോദര മഹസ്തരായ സഹൃദയരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ. അവനാണ് ഏക ചക്രാധിപത്യത്തിന്റെ തമ്പുരാൻ, അവനാണ് സൃഷ്ടികർത്താവ്, അവൻ തന്നെയാണ്
സൃഷ്ടികർത്താവ്, അവനാണ് ഒരുമിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് വേർപെടുത്തുന്നവൻ. ഈ മട്ടുപ്പാവിന്റെ താഴെ നമ്മളുടെ ഒരു ഗ്രാമോത്സവം പോലെയുള്ള സദസ്സിൽ ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്. ഇതൊരു ഗ്രാമോത്സവം എന്ന മലയാളത്തിന്റെ കണ്ണിൽ ഉത്ഭൂതമായിരിക്കുന്ന ഭാഷ കൊണ്ട് തന്നെ ഞാനൊരു പദപ്രയോഗം നടത്താനുണ്ടായ ചേതോവികാരം മറ്റൊന്നുമല്ല. ആപാലവൃത്തം വരുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൗനത്തിന്റെ ആചാരതയുടെ സങ്കീർത്തനം പോലെ ഈ ഒരൊറ്റ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വൈജ്ഞാനിക, സാംസ്കാരിക, സാമൂഹിക, നവോത്ഥാന മേഖലകളുടെ ഔത്കൃഷ്ടകരമായിരിക്കുന്ന ഉന്നമനത്തിന് വേണ്ടി പ്രയത്നം നടത്തിയ ഒരുപാട് ഉന്നത ശീർഷരായ വ്യക്തിത്വങ്ങൾ, അവരെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. അവരുടെ ഉജ്ജ്വലമായ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഈ സദസ്സിൽ നമുക്ക് പ്രാർത്ഥന നടത്താം. അല്ലാഹുവേ, അവരുടെ 6 അടി മണ്ണുകളെ നീ പ്രകാശാലങ്കൃതമാക്കണേ തമ്പുരാനേ എന്ന് ദുആ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹ്രസ്വമായ ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എല്ലാം കൊണ്ടും ദുര്യോഗജനകമായ അവസ്ഥാവിശേഷത്തിന്റെ വൃത്താന്തങ്ങൾക്കിടയിലൂടെ ഒരു സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാസ ലോകത്തിന്റെ മുറിവായത് അങ്ങനെയാണ്. ഗാസ മതേതര മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉണങ്ങാത്ത വ്രണമായിട്ട് അവശേഷിച്ചത് അങ്ങനെയാണ്. പാലസ്തീനിന്റെ മണരാരണ്യങ്ങളുടെ ഗ്രാമല്ലയാണെങ്കിലും സൈസൂനാണെങ്കിലും വെസ്റ്റ് ബാങ്കിന്റെ പാർശ്വഭാഗങ്ങളാണെങ്കിലും സാക്ഷാൽ നമ്മുടെ സ്മര്യപ്രദേശമായിരിക്കുന്ന ഗാസ മണരാരണ്യങ്ങളാണെങ്കിലും അതിന് ലോകഭൂപടത്തിന്റെ ഉണങ്ങാത്ത മുറിവായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ സങ്കീർത്തനങ്ങളെ പറയുന്നവർ നാം, സ്നേഹത്തിന്റെ പരാവർത്തനങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് അലങ്കാരങ്ങളെപ്പോലെ പറഞ്ഞറിയിക്കുന്നവരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? സ്നേഹമാണകില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സ്വർഗബോധം പണിയും പടുത്തം സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്നേഹം തന്നാനന്ദമാർക്കും. എവിടെയും നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹമാണ്, എവിടെയും വാങ്ങേണ്ടത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ സങ്കീർത്തനം പോലെ മനുഷ്യന്റെ ജീവിതം അത് പഠിപ്പിക്കാൻ കടന്നു വന്ന കാരുണ്യത്തിന്റെ കേദാരമേ പരിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ വഴിത്താരയിലൂടെ നടന്നു പോകുമ്പോൾ പോലും തന്നെ ക്രൂരമായി ആക്രമിക്കാൻ കടന്നു വന്ന സ്ത്രീയോടും മന്ദസ്മിതം തൂകുന്ന, മന്ദഹാസം തൂകുന്ന മന്ദമാരുതനെ പോലെ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ കവിശ്രേഷ്ഠന്മാർ അഭിപ്രായപ്പെട്ടു പോയത് ഇങ്ങോട്ട് ആക്രമിക്കാൻ കടന്നു വരികയാണ് ശത്രു സമൂഹം. അവരിൽ ആരൊക്കെയാണ്? ലോകത്തിന്റെ വില്ലാട് വീരന്മാര്, ലോകത്തിന്റെ വീരശൂര പരാക്രമികളാണ്. അബൂജഹലുമാരുണ്ട്, ഉത്തവർക്കുമാരുണ്ട്, ശൈബത്തുമാരുണ്ട്, ബദീജമാരുണ്ട്, ഖുറൈശികളുടെ വില്ലാട് വീരന്മാരുണ്ട്. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ പ്രബോധനത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ, ആ അനുസൃതമായിരിക്കുന്ന പ്രവാഹത്തെ ലോകത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതെ അവസാനിപ്പിക്കാൻ ആരൊക്കെയാണ് കടന്നു വരുന്നത്? എല്ലാത്തിനും പ്രതിനിധി ഒറ്റ മന്ദഹാസമാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ മന്ദസ്മിതം കൊണ്ട് എത്ര പേരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പ്രഭാഷണത്തിൽ, ഹ്രസ്വമാണെങ്കിലും അർത്ഥഗർഭം ചുമന്ന ഉദ്ഘാടക ഭാഷണത്തിൽ തങ്ങളൊരു ഹദീസിന്റെ വചനം ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. മനുഷ്യരെ നിങ്ങളെല്ലാം ഇടയന്മാരാണ്. സാക്ഷാൽ ആട്ടിൻപറ്റുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഇടയന്മാരാണ്. എന്താണ് ഇടയന്റെ ഉത്തരവാദിത്തം? ആട്ടിൻപറ്റം ഇവിടെ
അന്യന്റെ പാട്ടത്തിനടുത്ത് കാർഷിക യോഗ്യമാക്കിയ മണ്ണിലെ കൃഷിസ്ഥലങ്ങളിലെ കാർഷിക വൃത്തിയിലുള്ള കൃഷികളെ ആ ആട് നശിപ്പിച്ചാലും ചോദ്യം ചെയ്യപ്പെടുന്നവൻ ഈ ആട്ടിന്റെ ഉടമസ്ഥനായ ഇടയനാണ്. ആടിനെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഇടയനാണ്. നിങ്ങളിൽ എല്ലാവരും ആട്ടിൻപറ്റങ്ങളെ വീച്ചുകൊണ്ടിരിക്കുന്ന ഇടയന്മാരാണ്. നിങ്ങൾ ഏതൊരു ആട്ടിൻപറ്റത്തെയാണോ വീച്ചുകൊണ്ടിരിക്കുന്നത് ആ ആട്ടിൻപറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് അപരാധം നിർവഹിച്ച ആട്ടിൻപറ്റങ്ങളല്ല, മറിച്ച് ഉത്തരവാദിത്തമുള്ള നിങ്ങളാണ്. ആരൊക്കെയാണ് ഉത്തരവാദിത്തമുള്ളവർ? ഒരു മതപണ്ഡിതൻ ഇമാം, ഒരു നാട്ടിലെ ഭരണകർത്താവ് ഇമാമാണ്. ആ നാട്ടിലുള്ള ഇസ്ലാമിന്റെ കാര്യങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ ഇമാമിന്റെ കയ്യിലാണ്. ഇവിടുത്തെ ഖതീബവറുകൾ ആശംസാ ഭാഷണത്തിലൂടെ വളരെ ഭൂഷണാലങ്കാരമായ കാര്യങ്ങളാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് വിപരീതമായ വചനം എന്നാണ് ഞാൻ ആ വാക്കുകളെ പരിചയപ്പെടുത്താൻ താൽപര്യപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 14 മുമ്പ് ഈ സംവിധാനങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് പരിശുദ്ധ നായകൻ ഹദീസ് പറഞ്ഞത്. വല്ലിമാമുറായിൻ, ഇമാം ഉത്തരവാദിയാണ്. അദ്ദേഹം ഏതൊരു തെറ്റത്തെ പറ്റിയാണോ ഏതൊരു വിഭാഗത്തെ പറ്റിയാണോ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ വിഭാഗത്തിന്റെ കൊള്ളരുതായ്മകളെ പറ്റി ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നവൻ ഇമാമാണ്. ഒരു വീട്ടിന്റെ ഗൃഹനാഥനായ വീട്ടുടമ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്, അവനും ഇടയവനാണ്. അവന്റെ ഭരണീയർ അവന്റെ ഭാര്യയാണ്, പിന്നെ അവന്റെ സന്താനങ്ങളാണ്. ആ ഭാര്യ ചെയ്ത അനിഷ്ടകരമായ പ്രവർത്തനങ്ങളെ പറ്റി, ആ ഭാര്യ ചെയ്തു പോയ അനിസ്ലാമികമായ ചെയ്തികളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നവൻ അതിന് സാഹചര്യമുണ്ടാക്കി കൊടുത്ത ഭർത്താവാണ്. ഭാര്യക്കുള്ള സാഹചര്യം ചിലപ്പോൾ ഭർത്താവിന്റെ അഭാവമാകാം. ഭാര്യയ്ക്ക് അതിന് സാഹചര്യം കൊടുത്തത് ഭർത്താവിന്റെ സാന്നിധ്യത്തിലും നിറഞ്ഞാടിയ അശ്രദ്ധയാവാം. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ വേണ്ടാത്തരങ്ങളുടെ ഉത്തരവാദിത്തം ഭർത്താവിന്റെ കയ്യിലാണെന്ന് പരിശുദ്ധ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ പറ്റിയും അങ്ങനെ തന്നെയാണ്. മലയാള മനോരമയിൽ കഴിഞ്ഞ വർഷമാണ് വാടരുതിൽ മലരുകൾ എന്ന് പറഞ്ഞൊരു പതിപ്പ് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. മഹേഷ് കൃഷ്ണനെ പോലെയുള്ള ഉന്നത ശീർഷരായിരിക്കുന്ന ലേഖകന്മാരുടെ ഒരു ശ്രേണി തന്നെ, ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ആ ലേഖന പരമ്പരയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലെയും എല്ലാ പഞ്ചായത്തിലെയും എല്ലാ വാർഡിലെയും ഓണം കേറാ മൂലകളിലേക്ക് കടന്നുപോയി അവിടെ കണക്കെടുപ്പ് നടത്തുകയാണ് ഈ പത്രപ്രവർത്തകന്മാരായ അണിയറ ശില്പികൾ. ഞാൻ ഓർത്തുപോയി, കഴിഞ്ഞ വർഷം പ്രസിദ്ധീകൃതമായ ആ പത്രത്തിലെ ഒരു കോളം കോഴിക്കോട് ജില്ലയിലെ ഒരു പയ്യൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമോനാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയാണ്. 4 ദിവസമായി പനിയായതിന്റെ പേരിൽ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാതെ വന്ന അവൻ 5ാമത്തെ ദിവസം അവന്റെ കൈയും കാലും വറക്കുകയാണ്. പാവപ്പെട്ട അമ്മ ചോദിച്ചുപോയി, മോനെ പൈതലേ, നിന്റെ പനി ഭേദമായല്ലോ, എന്നിട്ടെന്തേ നിന്റെ കൈകാലുകൾ വടകൊള്ളുന്നു, നമുക്ക് ഡോക്ടറെ സമീപിക്കാം. അവിടെയാണ് കുട്ടി ആ കാര്യം സ്വകാര്യം വിളിച്ചു പറയുന്നത്, മാതാവേ, ഇത് വിശ്വഭരനെ സമീപിക്കേണ്ട പ്രശ്നമല്ല, ഇത് സമർത്ഥനായ ഡോക്ടറുടെ അഭാവം കൊണ്ടുണ്ടായ രോഗമല്ല, എന്റെ സ്കൂളിലുള്ള രഹസ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് കേരളക്കരയുടെ പ്രബുദ്ധമായ കോഴിക്കോട് ജില്ലയിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമോൻ മാതാവിന്റെ മുമ്പിൽ പങ്കുവച്ച വൃത്താന്തം വേദനാജനകമാണ്. ഞങ്ങൾ സ്കൂൾ തുടങ്ങുന്നതിന്റെ 3/4 മണിക്കൂർ മുമ്പ് സ്കൂളിൽ എത്തുന്നവരാണ്. സ്കൂൾ തുറക്കുന്നതിന്റെ മുമ്പ് സ്കൂളിന്റെ വരാന്തയുടെ പിന്നാമ്പുറത്ത് മദ്യമാഫിയ സംഘത്തിന്റെ പ്രതിനിധികൾ വിലസിക്കൊണ്ടിരിക്കും. അവർക്ക് ഓരോ ക്ലാസുകളിൽ നിന്നും ഓരോ പ്രതിനിധികളാണ്. അവർ മുഖേന നല്ല നാടൻ കള്ളിനെ ടേസ്റ്റ് ചെയ്യുന്നവരാണ്. അത് എത്രയോ മാസമായി തുടർന്നുപോയി. അത് കിട്ടാത്തതിന്റെ ഹാങ് ഓവറാണ് 5ാമത്തെ ദിവസം എന്റെ ശരീരത്തിൽ പ്രകടമായത് എന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സർക്കുലേഷനുള്ള പത്രത്തിന്റെ അണിയറ ശില്പികൾ കേരളത്തോട് വാർഡിന്റെ പേരടക്കം വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യമാണ്. പാലക്കാട് ജില്ലയിലെ സ്കൂളിൽ നിന്ന് കടന്നു വന്ന ദുര്യോഗജനകമായ അവസ്ഥ മറ്റൊന്നാണ്.
ഇന്റർവെല്ലിന്റെ സമയമാണ്. സ്കൂൾ പുറത്തേക്ക് ബെല്ലടിച്ചതാണ്. ആ നേരത്താണ് ക്ലാസ് ടീച്ചർ ഒരു രംഗം കണ്ടത്. സ്കൂളിലെ മൂത്രപ്പുരയുടെ ഗേറ്റിൽ ഒരു കുട്ടി തക്കം പാർത്തിരിക്കുകയാണ്. ആർക്കോ സെക്യൂരിറ്റി നിൽക്കുന്ന പോലെ. അസ്വാഭാവികത തോന്നിയപ്പോൾ, പന്തികേട് തോന്നിയപ്പോൾ, സംശയം തോന്നിയ അധ്യാപകൻ ഈ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. കുട്ടി വരുന്നില്ല. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ മൂത്രപ്പുരയുടെ ഉള്ളിൽ രണ്ടുപേരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതും ഒരു ഹൈസ്കൂളാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കളെപ്പറ്റി നമുക്ക് വല്ലാത്ത ജാഗ്രതയാണ് എന്ന് നമ്മൾ പുറത്ത് പറയാറുണ്ട്. നമ്മുടെ മക്കളെപ്പറ്റി നമ്മൾ വളരെ ശ്രദ്ധാലുക്കളാണ് എന്ന് നമ്മുടെ സഹൃദയരോട് നമ്മൾ പങ്കുവെക്കാറുണ്ട്. അത് വീട്ടിലെ കാര്യമായിരിക്കാം. നമ്മുടെ മകന്റെ സന്തത സഹചാരി ആരെന്ന് നമുക്കറിയില്ല. നമ്മുടെ കൊച്ചുമോൻ ഓൺലൈൻ സംവിധാനത്തിന്റെ യുഗത്തിലൂടെ ലോകത്തിന്റെ എല്ലാ മേഖലകളെയും കൈയടക്കി എന്ന വിവരം നമ്മളറിയില്ല. സ്വന്തം വീടിന്റെ ചുമരിന്റെ അപ്പുറത്ത് ഒന്നടവട്ട ദിവസങ്ങളിൽ ഡയാലിസിസിന് വിധേയനാക്കപ്പെടുന്ന പാവപ്പെട്ട രോഗിയുടെ വേദനയറിയാൻ താൽപര്യപ്പെടുന്നതിന്റെ മുൻപ് നമ്മൾ മറ്റുള്ള ലോകത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ആധുനിക യുഗത്തിൽ വളരെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തിന്റെ പ്രബുദ്ധത അത് ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ സദസ്സ് നമുക്ക് ശക്തി പകരേണ്ടതുണ്ട്. അടുത്തതായി മൂന്നാമത് പരിശുദ്ധനായകൻ പറഞ്ഞുപോയി, പെണ്ണെ, വീടിന്റെ ഉത്തരവാദിത്തമുള്ള ഭരണകർത്താക്കളിൽ പ്രധാനിയായിരിക്കുന്ന പെണ്ണെ, ഈ വീടിന്റെ വിളക്കാണ്, വിളക്കുമാടമാണ്. അല്ലുമ്മ വേദങ്ങളിൽ പോലും പരാമർശിക്കപ്പെട്ട കഥാപാത്രം പെണ്ണാണ്. മനുസ്മൃതിയിലെ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട് പെണ്ണിനെ പുരസ്കരിച്ച്, പിതാരക്ഷിത കൗമാര, ഭർതൃരക്ഷിത യൗവന, പുത്രാരക്ഷിത വാർദ്ധക്യ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. പിതാരക്ഷിത കൗമാര, അവൾ കുമാരിയാകുമ്പോൾ പിതാവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. ആര്? പെണ്ണ്. ഭർതൃരക്ഷിത യൗവന, അവൾ യൂത്ത് സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ ഭർത്താവിന്റെ കരവലയങ്ങളിൽ സംരക്ഷണം പ്രാപിക്കേണ്ടവളാണ്. പിന്നെ എങ്ങനെയാണ് വേലി ചാടി പോകുന്ന അഭിഹിത ബന്ധങ്ങളുടെ കൂത്തരങ്ങ് പത്രത്താളുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് +2 വിദ്യാർത്ഥിനി അന്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയ കഥയേക്കാൾ ചൂടപ്പം പോലെ കവലകളിൽ വിൽക്കപ്പെടുന്ന കഥ, കമ്പോളങ്ങളിൽ ചൂടാറാത്ത കഥ, 2-3 മക്കളുടെ മാതാവ്, ഭർത്തൃമതിയായ സ്ത്രീ അന്യന്റെ കൈ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നിയമ സംവിധാനത്തിന്റെ പിൻബലത്തോടുകൂടെ രജിസ്റ്റർ മാരേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്താന്തങ്ങളെപ്പറ്റി കേൾക്കുന്നത് ഇസ്ലാമിന്റെ ചട്ടക്കൂടുള്ള ഭദ്രമായ കുടുംബ വ്യവസ്ഥയിൽ നിന്നാണ്. ഇവളും അഖീദ പഠിച്ച പെണ്ണാണ്, ഇവളും മഹ്ലാഖ് പഠിച്ച പെണ്ണാണ്, ഇവളും ദീനിയാത്ത് പഠിച്ച പെണ്ണാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഭർതൃരക്ഷിത യൗവന, മനുസ്മൃതിയുടെ വചനങ്ങൾക്ക് 1000 വട്ടം പ്രസക്തി കൂടുന്ന പോലെ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ലോകനായകനും സഹാബത്തിനോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള കഥ തന്നെയാണ്. പെണ്ണിനെ പളുങ്കിനോടാണ് മതം ഉപമിച്ചത്. അത് സ്ത്രീ പളുങ്കാൻ. മരിപ്പറമ്പിലൂടെ സ്ത്രീയെ ഒട്ടകക്കട്ടിലിന്റെ പിന്നാമ്പുറത്തിരുത്തിയിട്ട് മെല്ലെ അവധാനതയോടുകൂടെ ഒട്ടകത്തെ ഓടിക്കുന്ന സഹാബിയെ കണ്ടപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചുപോയി, സഹോദര, നീ ഇന്നലെയും മിനിയാന്നും ഈ മണലാരണ്യത്തിലൂടെ ഒട്ടകത്തെ കൊണ്ടുപോയവനാണ്, പക്ഷേ അന്നൊന്നും കാണാത്ത അവധാനത ഇന്ന് കാണുകയാണ്. അതിന്റെ കാരണം എന്താണ്? സഹാബി ചോദ്യകർത്താക്കളോട് മറുപടി പറയുകയാണ്, ഇതിൽ നിങ്ങൾ കാണാത്ത ഒരു രത്നമുണ്ട്, ഒരു പളുങ്കുണ്ട്, ഒരു മരതകമുണ്ട്, മാണിക്യമുണ്ട്, ഗോമേതകമുണ്ട്, വജ്രമുണ്ട്, വൈഢൂര്യമുണ്ട്, ഒരു ഇന്ദ്രനീലമുണ്ട്, നവരത്നത്തോട് തോന്നിപ്പിക്കുന്ന ഒരു രാജകുമാരിയുണ്ട്. അതാണ് എന്റെ ഭാര്യ, അതാണ് എന്റെ സഹധർമ്മിണി, അതാണ് എന്റെ പെണ്ണ്. പെണ്ണു രത്നമാണ് പളുങ്കാൻ. പളുങ്ക് ഉടഞ്ഞു പോയാൽ പിന്നെ അതിനെ പുനരുദ്ധാനം നടത്താൻ സാധ്യമല്ല. ഉടക്കപ്പെട്ട പളുങ്കിനെ ഇനി ആധുനിക സംവിധാനം ഉപയോഗിച്ച് പുനരുദ്ധരിച്ചാൽ തന്നെ അതിന്റെ അവശേഷിപ്പുകൾ അവിടെയും ഇവിടെയും പ്രകടമാകും. അപ്പോഴും ജനങ്ങൾ പറയും, ഇത് ഉടക്കപ്പെട്ട പളുങ്കല്ലയോ? അതുകൊണ്ട് പളുങ്കിന്റെ ചമൽക്കാരം ഉടക്കപ്പെട്ടതോട്
കൂടെ അസ്തമിച്ചു എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ പളുങ്കിനോട് പർവ്വതീകരിച്ച് ഉപമാസമാനമായ ഉന്നതിയുടെ ശ്രീകോവിലേക്ക് പെണ്ണിനെ കൈപിടിച്ചുയർത്തുന്ന പെണ്ണിന് മാന്യത കൊടുത്ത മതം സിദ്ധാന്തം ഇസ്ലാം. ഭർത്തൃരക്ഷിത യൗവന പുത്രാരക്ഷിത വാർദ്ധക്യ. അവൾ വൃദ്ധയാകുമ്പോ പുത്രന്മാരാൽ രക്ഷിക്കപ്പെടേണ്ടവളാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നീ നൽകുന്ന ഭാര്യാ സന്താനങ്ങളെ കണ്ണിന്റെ കുളിർമയാവണേ തമ്പുരാനേ. പുത്രന്മാരെ കൊണ്ട് പെണ്ണിന് സംരക്ഷണം കിട്ടണമെന്നാ മതം പഠിപ്പിക്കുന്നത്. മാതാവ് തമസ്കരിക്കപ്പെടേണ്ടവളോ തിരസ്കരിക്കപ്പെടേണ്ടവളോ അല്ല. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 10 മാസമായിട്ടുണ്ടാവുള്ളൂ എന്ന എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നത്, എറണാകുളം ജില്ലയിലെ കിഴക്കാപ്പള്ളി എന്ന് പറയുന്ന മൂവാറ്റുപുഴക്കടുത്തുള്ള സ്ഥലത്തെ പായിപ്രക്കവല എന്ന് പറയുന്ന പഞ്ചായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വൃദ്ധസദനം. ആ വൃദ്ധസദനത്തിൽ ചേർക്കപ്പെട്ട പെണ്ണ് അതിന്റെ ഇരയായി തീർന്നത് അസ്മ എന്ന് പറയുന്ന 88 വയസ്സുള്ള മാതാവാണ്. മുസ്ലിം മാതാവ്. എറണാകുളം ജില്ലയിലെ മുസ്ലിം പോപ്പുലേഷൻ നമ്മൾ പഠന വിധേയമാക്കുകയാണെങ്കിൽ വളരെ മൈനോറിറ്റിയാണ്. ആ എറണാകുളം ജില്ലയിലെ വൃദ്ധസദനത്തിന്റെ ഇര അസ്മ എന്ന് പറയുന്ന 88 വയസ്സുള്ള 10 മക്കളെ പെറ്റ മാതാവ്. 10 പ്രസവം നടത്തിയ ഉമ്മാക്ക് പരിശുദ്ധ പ്രവാചക തിരുമേനി കൊടുത്ത സ്ഥാനം. ശഫാഅത്തില്ലാതെ ഉമ്മ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാം. ആരാണവർ? നമുക്കറിയാം, ഒറ്റ പ്രസവം മനുഷ്യ ശരീരത്തിലെ 40ഓളം ബോൺസ് എല്ലുകൾ നുറുങ്ങുന്നതിന്റെ വേദന അറ്റ് എ ടൈം അനുഭവിക്കുന്ന കഥാപാത്രമാണ് സ്ത്രീ. മാതാവെന്ന് പറയുന്ന ഒരു പേരിന്റെ മേൽവിലാസം ശരീരത്തിൽ ഏറ്റുവാങ്ങാനുള്ള ഒരു പെണ്ണിന്റെ ടെൻഡൻസി, അതിന്റെ പൂർത്തീകരണമാണ് ഒരു പ്രസവമെങ്കിൽ ഒരു പ്രസവം മരണത്തിന് തുല്യമാണ്. സാക്ഷാൽ മരണത്തിന് തുല്യമായ വേദന. മരണമനുഭവിക്കുന്ന മുമ്പേ ഒരു മാതാവ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അനുഭവിക്കുകയാണ്. യുവതി, ഭാര്യ, സഹോദരി എന്ന പേരിൽ നിന്ന് മാതാവ് എന്ന പരമോന്നതിയുടെ ശ്രീകോവിലേക്ക് ഉയർത്തപ്പെടാൻ അവൾ യത്നം നടത്തുന്നത് മരണതുല്യമായ വേദനയുടെ സഹനശക്തിയാണ്. അങ്ങനത്തെ 10 പ്രസവം നടത്തിയ ഉമ്മ നിങ്ങൾക്ക് ശഫാഅത്തില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് ആ മാതാവിനെ ചൂണ്ടിയിട്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണത്? അത് 1000 ഉമ്മാനെ പകരം വെച്ചാൽ കിട്ടാത്ത പ്രതിഭാസമാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? 1000 പോറ്റുന്ന വന്നാൽ സ്വന്തം പെറ്റുന്നയായിടുമോ? അതൊരു വാക്കാണ്. നിങ്ങൾക്ക് ഉമ്മാന്റെ സ്ഥാനത്ത് 1000 പോറ്റുമാനത്തൊന്നും ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച്, ആധുനിക പണാധിപത്യത്തിന്റെ പ്രസരിപ്പുകൾ ഉപയോഗിച്ച് യഥാർത്ഥ പെറ്റുമ്മക്ക് പകരം 1000 പോറ്റുമാനത്തെന്നാൽ ആ ഉമ്മക്ക് പകരം സൃഷ്ടിക്കാൻ നിങ്ങൾക്കത് സാധ്യമാണോ? ഇല്ല. താരാട്ടിൽ പാട്ടിനെ പോലെ വേറൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താരാട്ടിൽ പാട്ടിനെ പോലെ വേറൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിക്കെട്ട് സ്വർഗീയ സ്നേഹക്കനവാണ്. ഉമ്മ സ്നേഹപ്പൊരുളാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളൂ. അല്ലാഹുവിന്റെ റസൂൽ വെറുതല്ല തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞത്. പരിശുദ്ധ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സംഭാഷണം ചെയ്യുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിനോട് ഒരു ആഗ്രഹ പ്രകടനം നടത്തുക. തമ്പുരാനെ,
എന്റെ കൂടെ സ്വർഗസ്ഥനാകാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരാളെ ബനീ ഇസ്രായേൽ സമുദായത്തിൽ എന്റെ സഹജീവിയായി ഇപ്പൊ ഹയാത്തിലുണ്ടെങ്കിൽ അയാളെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണേ തമ്പുരാനെ. പരിശുദ്ധ മൂസാ നബിയുടെ ചോദ്യമാണ്, അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം വാഗ്ദാനം ചെയ്തതാണ്, എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഭാഗ്യമുള്ള ഒരു മനുഷ്യൻ ഈ എന്റെ ഹയാത്ത് കാലത്തെ ബനീ ഇസ്രായേലിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കാണാനുള്ള സൗഭാഗ്യ സന്നിധാനം എനിക്ക് കണ്ണുരുടണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുകയാണ് മൂസാ നബിയുടെ അപേക്ഷ. അല്ലാഹു പറഞ്ഞു മൂസാ നബിയോട്, പരിശുദ്ധ മൂസാ നിനക്ക് പോകാം, അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു പോകാം, നിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിനക്ക് തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിലേക്ക് കടന്നു പോകാം. അവിടെ ഉണ്ട് നീ ഉദ്ദേശിച്ച മനുഷ്യൻ നിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ചെയ്ത മനുഷ്യൻ ആ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലെ നിവാസിയാണ് മൂസ. മൂസ നബി പോവുകയാണ്. എന്താണ് ഓപ്ഷൻ, എന്താണ് ക്ലൂ, ഈ മനുഷ്യൻ ആരെന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നീ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം മാംസ കച്ചവടത്തിൽ വ്യാപൃതനായിരിക്കും മൂസ. പരിശുദ്ധ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോവുകയാണ്. തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലുള്ള മാംസ കച്ചവടക്കാരനായ ആ മനുഷ്യനെ സമീപിച്ചു. മൂസാ നബി ഒഴിഞ്ഞു മാറി നിന്നിട്ട് അദ്ദേഹത്തെ നിരീക്ഷണത്തിന് വിധേയനാക്കുകയാണ്. ഒരുപാട് നേരം നിരീക്ഷിച്ചു. ഇദ്ദേഹത്തിന് സ്വർഗം കിട്ടാനുള്ള പ്രത്യേക കാരണമാകുന്ന പ്രവർത്തനങ്ങളൊന്നും ഇദ്ദേഹത്തിന് കാണാൻ സാധ്യമായില്ല. മൂസാ നബി തിരിച്ചു പോരാനിരിക്കുകയാണ്. അതിന്റെ ഇടക്കാണ് മാംസ കച്ചവടം അവസാനിപ്പിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ ഒരുക്കത്തിരിക്കുകയാണ്. ആ നേരത്തെ മൂസാ നബി ചിന്തിച്ചുപോയി, എന്നാ ഇദ്ദേഹത്തെ നമ്മളൊന്ന് ഫോളോ ചെയ്തു. ഇറച്ചി വിൽപ്പന നടത്തുന്ന ഈ മനുഷ്യനിൽ എന്റെ കൂടെ സ്വർഗസ്ഥനാകാനുള്ള സൗഭാഗ്യ ജനകമാകുന്ന ഒരു പ്രവർത്തനങ്ങളും എനിക്ക് കാണാൻ സാധ്യമായിട്ടില്ല. ഇനി ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഫോളോ ചെയ്ത് പോട്ടെ. മൂസാ നബി അദ്ദേഹത്തെ പിന്തുടരുകയാണ്. മൂസാ നബിയാണ് എന്ന് ഓർമ്മപ്പെടുത്താത്ത രീതിയിൽ പരിശുദ്ധ മൂസാ നബി അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിലെത്തി. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന മാംസത്തിന്റെ പൊതിയെടുത്തിട്ട് വൃത്തിയാക്കുകയാണ്. അതിന് ശകലങ്ങളാക്കിയിട്ട് ചട്ടിയിലിടുകയാണ്. അതുകൊണ്ട് ലഭിക്കുകയാണ്. എന്നിട്ട് തൊട്ടപ്പുറത്തെ റൂമിൽ തന്റെ രോഗിയായി കിടക്കുന്ന മാതാവിനെ എണീറ്റ് നിർത്തി ആ മാതാവിന് വിഭവസമൃദ്ധമായ സത്യയൂട്ടുകയാണ്. പിന്നെ മാതാവിന്റെ വസ്ത്രം മടക്കുകയാണ്. മാതാവിനെ പുതിയ വസ്ത്രം മണിയിപ്പിക്കുകയാണ്. മാതാവിനെ ശുശ്രൂഷ ചെയ്യുകയാണ്. മാതാവിനെ ഹിദമത്ത് ചെയ്യുകയാണ്. മകന്റെ അവസാനത്തെ മുറുക്ക് വെള്ളം കുടിക്കുന്ന നേരത്തെ മാതാവിന്റെ ചൂടുകൾ എന്തോ മന്ത്രിക്കുകയാണ്. ആഗതനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് ഈ മാതാവ് മന്ത്രിക്കുന്നതെന്നറിയാൻ മാതാവിന്റെ ചുണ്ടിന്റെ അടുക്കലേക്ക് തന്റെ കർണപുടം കൊണ്ടുപോയപ്പോൾ ആ വയോവൃദ്ധയായ ശയ്യാവലംബിയായ തളർന്നുപോയ മാതാവിന്റെ ചെറിയ ചുണ്ടുകൾ മന്ത്രിക്കുന്ന ഭാഷ ഇങ്ങനെയാണ്, അല്ലാഹുവേ ഞാൻ കിടന്നപ്പോൾ എന്നെ ഞാൻ കൊച്ചുകുട്ടിയായ ഇവനെ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ വൃദ്ധയായ എന്നെ അവന്റെ ഗർഭത്തിൽ ശുശ്രൂഷിക്കുന്ന എന്റെ കുഞ്ഞുമോനുണ്ട് തമ്പുരാനെ. ഈ മകനെ ഹസ്രത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളിലേക്ക് പറഞ്ഞേക്കപ്പെട്ട പ്രവാചകനാണ് മൂസ. ആ മൂസാ നബിയുടെ കൂടെ തന്നെ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അതാണ് മാതാവിന്റെ പ്രാർത്ഥന. അവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയൊരു രഹസ്യത്തിന്റെ സിന്ദൂര ചെപ്പ് തുറക്കുകയാണ്. എന്താണത്? മൂസാ നബി അലൈഹിസ്സലാം എല്ലാ കഥകളും വിസ്തരിച്ച് അവസാനം പറഞ്ഞുപോയി. പുണ്യമാതാവ് ചെയ്ത ഏതൊരു മൂസയാണോ ആ മൂസ തന്നെയാണ് ഇവിടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന മൂസ. അതുകൊണ്ട് സഹോദര, നിനക്ക് എന്റെ കൂടെ സ്വർഗമുണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞതിന്റെ അർത്ഥം നീ മാതാവിനെ സേവിച്ചതുകൊണ്ട് ആ മാതാവിന്റെ പ്രാർത്ഥന വാങ്ങി എന്റെ പക്കലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. പുത്രാരക്ഷിത വാർദ്ധക്യ ആ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകാൻ പാടില്ല. വിജ്ഞാനം മനുഷ്യനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. വിദ്യവിഹീന പശു, വിദ്യയില്ലാത്തവൻ പിന്നെ പശുവിന് തുല്യമാണ്. വിജ്ഞാനം കൊണ്ട് എന്തും നേടാൻ കഴിയൂ, കൊണ്ടുപോകില്ല ചോരന്മാർ. കൊടുക്കും തോറും വീടും നന്മയേകും മരിച്ചാലും അലിഫ്ലാമിന്റെ താരീഫിട്ട് പറഞ്ഞ അൽ ഇൽമിന് മഹാനായ ഗസാലി ഇമാം അർത്ഥം കൊടുത്തത് ഇൽമുൽ ഫിഖ്, ഇൽമുൽ ഹദീസ്, ഇൽമുൽ തഫ്സീർ, ഇൽമുൽ ഉസൂൽ. ഫിഖഹിന്റെ ഉസൂലും ഹദീസിന്റെ ഉസൂലും വളരെ വ്യക്തമായി പഠിച്ച ഇൽം.
വിശുദ്ധ ഖുർആനിന്റെ അപഗ്രഥന സഹിതമുള്ള ജ്ഞാനം പേറിയ വിജ്ഞാനം. ആ പണ്ഡിതൻ അവനാണ് യഥാർത്ഥ ആലിം. അൽ-ഇൽമിന്റെ താരീഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ അൽ-ഇൽമാണ് ഇവിടെ ദർസ് സംവിധാനത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് കേരളം സന്ദർശിക്കാൻ സാഹചര്യമൊരുങ്ങിയ സൗദി അറേബ്യയിലെ മുൻ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ കേരള സന്ദർശനം കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിക്കുന്നതിന്റെ മുൻപ് വളരെ ഒഫീഷ്യലായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ്. പക്ഷെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു, എനിക്കൊരു പത്രസമ്മേളനം, ഒരു പ്രസ് കോൺഫറൻസ് നടത്താതെ പോവാൻ വയ്യ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തിയത് കേരളമാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത്, ഏതൊരു നാട്ടിൽ നിന്നാണോ ഞാൻ കടന്നു വരുന്നത്, ഏതാണ് ആ നാട്? നബത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മണ്ണിൽ നിന്ന് മുളച്ചുണ്ടായി. മമ്പത്തുൽ വഹി, വഹി പൊട്ടിമുളച്ച ഒരു നാട്ടിന്റെ പൈതൃകം പേറി ആ നാട്ടുകാരനായിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. അന്ന് കേരളത്തിന്റെ സാഹചര്യം എന്താ? മക്കത്തുൽ മുക്കറമ, പരിശുദ്ധമായിരിക്കുന്ന മക്കത്തുൽ മുക്കറമയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. പക്ഷേ വഹി മുളച്ച എന്റെ നാട്ടിൽ നിന്ന് അവശേഷിക്കുപോലും പ്രകടമാക്കാത്ത ഒരു പാരമ്പര്യം കേരളത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ദർസ് സമ്പ്രദായമാണ്. അദ്ദേഹം പറഞ്ഞു, മദീനത്തെ പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോയതിന് ശേഷം അവിടെ സഹ്ലി സുഹൈലി എന്ന് പറയുന്ന യതീമുകളായ 2 മക്കളുടെ ഭൂമി വിലക്ക് വാങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. എന്നിട്ടോ മദീന എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട് ബുഖാരി, സഹീഹ് ബുഖാരി. ആ ബാബ് തന്നെ أمرت بقرية تأكل القرى يقولون يثرب وهي المدينة. എന്താ മദീനയുടെ പ്രത്യേകത? ഹദീസ് പൂർത്തിയാക്കി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തംഫിന്നാസ് കമാ തംഫി കീറു ഖബസൽ ഹദീദ്. റസൂൽ പറയുകയാണ്, ഉമിർത്തു, ഞാൻ പലായനം ചെയ്യാൻ കൽപ്പിക്കപ്പെടുകയാണ്. ബിഖറിയത്തിൻ, ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമത്തിലേക്ക് ഹിജ്റ പോകാൻ എനിക്ക് കൽപ്പനയുണ്ടായി. ഏതാണ് ആ ഗ്രാമം? യഖൂലൂന യസ്രിബ്. ആ നാടിനെ പറ്റി അന്നത്തെ ആളുകൾ വിളിച്ചിരുന്നത് യസ്രിബ്, യസ്രിബ് എന്ന പേരായിരുന്നു. വഹിയൽ മദീന, അതാണ് ഇന്നത്തെ മദീന, അതാണ് ഇന്നത്തെ മദീന. മുജ്മഉ ഖുബീജ ആയി तो हज़ामिनी मदीना निकली मिकी तसव्वुर न ख़याल तूर सीना मेरी आरज़ू मुहम्मद मेरी गुफ्तगू मदीना. അല്ലാമ ഇഖ്ബാൽ മദീനയിലെ ഈ ഹദീസിനെ പരിഭാഷപ്പെടുത്തിയിട്ട് കവിത എഴുതിയതാണ്. അദ്ദേഹം പറഞ്ഞു, മുझे आप हजरत कलीम अलैहिस्सलातु वस्सलाम के कोई फिक्र मेरे ख्याल से नहीं आता है, बल्कि उसके बदले में एक फिक्र मेरे ज़हन पर आता है, वो है मेरी आरज़ू मोहम्मद. मुझे एक आरज़ू बस वही है मुहम्मद, वही है मुहम्मद. എനിക്കൊരൊറ്റ കൂട്ടുകാരനാണ്, മറ്റൊന്നും എന്റെ കൂട്ടുകാരല്ല. സൗഹൃദ വലയത്തിലുള്ള തന്റെ സുഹൃത്തുക്കളെ പോലും തള്ളിപ്പറയാൻ കവിയെ പ്രേരിപ്പിച്ച ഒരു പ്രേമനിബദ്ധമായ രാഗം പോലെ ഈ രാഗം ഇന്ന് കവിതാക്കളുടെ ഹൃദയാന്തരാളങ്ങളിൽ ഒളിമങ്ങാതെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാനേഷ് പൂനിന്റെ ഒരു രചനയുണ്ട്, ഇഖ്ബാലി പാട്ട് അവർക്ക് തത്തുല്യമായി മലയാള ഭാഷയിൽ നിലനിൽക്കുന്ന ഒരു രചന പോലെ തിളങ്ങി നിൽക്കുന്നു കാനേഷ് പൂനൂരി എഴുതിയ കവിത. അദ്ദേഹം റസൂലുള്ളാഹിനെ ആഗ്രഹിച്ചിട്ട് ഇഖ്ബാലി പറഞ്ഞതിന്റെ പരിഭാഷ പോലെ പറഞ്ഞു, 14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണു, പുണ്യാ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. അല്ലാഹുവേ, എന്റെ ഹബീബ് ജനിക്കാത്ത 1400
എന്തിനാണ് എനിക്ക് ജന്മം തന്നത് തമ്പുരാനെ? 1500 കൊല്ലങ്ങൾക്ക് ശേഷം എന്നെ ജനിപ്പിക്കുന്നതിന് പകരം 1400 കൊല്ലത്തെ കാലത്ത് മുമ്പ് എന്നെ ജനിക്കുന്നെങ്കിൽ എനിക്ക് എന്റെ ഹബീബിന്റെ കാലക്കാരനാകുമാകാമായിരുന്നല്ലോ തമ്പുരാനെ. അന്ന് നീ എന്നെ ഒരു മനുഷ്യനാക്കി പടക്കണം എന്ന് ഞാൻ നിന്നോട് പറയുന്നില്ല റബ്ബേ. അതിന് പകരം മുസ്തഫായ നബിയുടെ വീട്ടുമുറ്റത്ത് തളിർത്ത ഒരു മുന്തിരി വള്ളിയായാൽ പരിശുദ്ധ ഹബീബിനെ സ്പർശിക്കുന്ന മാരുതൻ തൊട്ടടുത്തതായി പിന്നെ എന്നെ തലോടുമല്ലോ. അത് എന്റെ ജീവിതത്തിന്റെ അഭിലാഷമാകുമല്ലോ തമ്പുരാനെ. മുത്തുറസൂലിമുറ്റത്തോരോ മുന്തിരി വള്ളിപ്പാടർത്താണെങ്കിൽ നിത്യവും ആ ദേഹം എന്നെയും തണുപ്പിച്ചേനെ. പരിശുദ്ധ റസൂലിന്റെ വീട്ടുമുറ്റത്ത് തളിർത്ത് പന്തലിച്ച ഒരു തിരുവള്ളിയാണ് ഞാനെങ്കിൽ എന്റെ പരിശുദ്ധ പൂമാനത്തലോടുന്ന മന്ദസ്മിതം പോകുന്ന മന്ദമാരുതൻ തൊട്ടടുത്ത നിമിഷത്തിൽ എന്നെ സ്പർശിക്കുമല്ല തമ്പുരാനെ. അതെന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമാകുമല്ല തമ്പുരാനെ എന്ന് കവിത പാടാൻ മലയാളത്തിന്റെ കവിയും മുന്നോട്ട് വന്നുപോയി. അല്ലെങ്കിൽ വേണ്ട, എന്നെ മുന്തിരി വള്ളിയാക്കണ്ട റബ്ബേ. മണലാരണ്യത്തിലൂടെ ഇടഞ്ഞു നീങ്ങുന്ന മിണ്ടാപ്രാണിയായ ഒട്ടകമാണ് ഞാനെങ്കിൽ അതും മതിയായിരുന്നു തമ്പുരാനെ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ താമരാത്തോയുന്ന പാഹതന്റെ തളിർമേനി തോളി വഹിച്ചേ ഞാൻ ഭാരം തുണങ്ങി തളർന്നേ ഞാൻ ബദരീശ്വരൻ തടുത്തേ ഞാൻ. അതേ വാക്കു തന്നെയാണ് ഇഖ്ബാലിലും പറയാനുള്ളത്. മുझे मौत भी जो आए तहज़ान में मदीना मेरी जिंदगी कुछा हो. എന്റെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജലേ ചലോ മദീന, എന്നെ മദീനയിലേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ ഇനി ജീവിക്കണം എന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ ഔഷധം എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകലാണ്. എന്താ ഈ വാക്കിന്റെ അനുരാഗ തല്ലജങ്ങൾ പീലി പുലർത്തുന്ന ആശയം. അല്ലാഹു ഹൃദയമായ പ്രവാചകാഭിനിവേശം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്ത് സാന്ദർഭികമായി ദുആ ചെയ്യുക. ഹദീസിൽ 4-മതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, വൽ മർഅതു റായിയത്തുൻ, പെണ്ണ് ഉത്തരവാദിത്തമുള്ളവളാണ്. എന്താണ് പെണ്ണിന്റെ ഉത്തരവാദിത്തം? വമസ്ഊലത്തുൻ, ആ പെണ്ണ് ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. അൻ അംവാലി സൗജിഹാ ഐ അൻ ഔലാദിഹാ. ഇതിൽ കാണാം, തന്റെ ഭർത്താവിന്റെ മുതലുകളെപ്പറ്റി ഭാര്യ ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. എന്നിട്ട് ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പരിശുദ്ധ നബി പറഞ്ഞു, അതായത് അന്നൗലാദിഹ, അവളുടെ തന്നെ മക്കളെപ്പറ്റി. മക്കളെ പോറ്റുന്നതിലുള്ള ഉത്തരവാദിത്തം വളരെ പവിത്രമായി മതം കാണുന്നു, വളരെ കൂലങ്കഷമായി മതം കാണുന്നു. ഈ മക്കളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ചു അയ്യുഹസ്സിന ഇസ്മഹു, നല്ല പേര് കൊടുക്കലാണ്, നല്ല പേര് കൊടുക്കലാണ്. എന്നിട്ട് ഹദീസിൽ കാണാം, നിങ്ങൾക്ക് 3 ആൺമക്കൾ ഉണ്ടായിട്ട് അതിൽ ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടാതിരിക്കൽ സുന്നത്തിന് വിരുദ്ധമാണ്. നമുക്ക് കാണാം, മക്കളുണ്ടായിട്ട് മക്കൾക്ക് നല്ല പേര് കൊടുക്കൽ ഇസ്ലാമിന്റെ പുണ്യകരമായ പ്രവർത്തനമാണ്. അയ്യുഹസ്സിന ഇസ്മഹു, കുട്ടിയോടുള്ള മാതാവിന്റെ പിതാവിന്റെ കർത്തവ്യം മറ്റടക്കം നല്ല പേര് നൽകലാണ്. പേരിന്റെ നന്മ അത് ശ്രുതി മധുരമാവൽ മാത്രമല്ല, അർത്ഥഗർഭം ചുമന്നലാവൽ കൂടിയാണ്, അർത്ഥഗർഭം ധരിച്ചത് കൂടിയാവലാണ്. 2-മതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അയ്യുഹസ്സിന അദബഹു, 2-മത് അവന്റെ അച്ചടക്കം, കുട്ടിയുടെ മര്യാദ നന്നാക്കുക. പഴയകാലത്തൊക്കെ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഇടത് കൈകൊണ്ട് വാങ്ങുകയോ ഇടത് കൈകൊണ്ട് കൊടുക്കുകയോ ചെയ്യുന്നത് കണ്ട് അപ്പോൾ ിന്റെ ആമുഖം വിരൽ തുമ്പിലറിവിന്റെ ജാലകം
കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കേദാര ഭൂമിയിൽ സ്വാഗതം. കേളിമി ഗന്ധദീനീദളത്തിന്റെ ചേരില്ലാണി ചേർന്ന സൗഹൃദം, ചേരില്ലാണി ചേർന്ന സൗഹൃദം. KPM ദാരിമിയുടെ ഫത്ഹുൽ മൊയ്ൻ ക്ലാസ്, നൂർ ഫൈലിയുടെ ഫിഖ്ഹ് സംശയ നിവാരണ ക്ലാസ്, നാസറുദ്ദീൻ ഫൈലിയുടെ ഖുർആൻ പാരായണ പരിശീലന ക്ലാസ്, ഡോക്ടർ റഹ്മാന്റെ ആരോഗ്യ ക്ലാസ്, സമദ് ഫൈലിയുടെ പ്രവാചക വൈദ്യം പരിചയപ്പെടുത്തുന്ന ക്ലാസ്. അബുദാബിയിൽ നിന്നും എല്ലാ ശനിയാഴ്ചകളിലും സിംസാറുൽ ഹക്ക് ഹുദവി നയിക്കുന്ന ഖുർആൻ ക്ലാസ്. തൃശൂർ MIC-യിൽ നിന്നും എല്ലാ ഞായറാഴ്ചകളിലും ഓണംപിള്ളി മുഹമ്മദ് ഫൈദ് നയിക്കുന്ന ഖുർആൻ ക്ലാസ്. വഴിതെറ്റും യുവതയ്ക്ക് വഴികാട്ടി നന്മയിൽ വഴിവെട്ടം കാണിക്കും നേരിന്റെ പാതയിൽ സാങ്കേതിക വിദ്യയോരുക്കി സന്മാർഗത്തിൽ സാമൂഹ്യ ശ്രേണിയോരുക്കിടാം ദഴവത്തിൽ അഹ്ലുസുന്നത്തിന്റെ പാതയിൽ നമുക്കണിചേരാമീ സ്നേഹ ശ്രേണിയിൽ. KICR-ന്റെ ആമുഖം വിരൽ തുമ്പിളറിവിന്റെ ജാലകം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കേദാര ഭൂമിയിൽ സ്വാഗതം. കേളിമി ഗന്ധദീനീദളത്തിന്റെ ചേരില്ലാണി ചേർന്ന സൗഹൃദം, ചേരില്ലാണി ചേർന്ന സൗഹൃദം. ഉസ്താദ് അബ്ദുസ്സലാം വാക്കവി, അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, MP അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, സലീം ഫൈലി ഇർഫാനി, സലീം ഫൈലി കാഞ്ഞിരപ്പുഴ, അബ്ദുൽ ജലീൽ ദാരിമി, അച്ചൂർ ഫൈലി, അബ്ദുൽ മജീദ് ഹുദവി, അലവിക്കുട്ടി ഹുദവി മുണ്ടമ്പറമ്പ്, ഫൈസൽ നിയാസ് ഹുദവി കൊല്ലം, അബ്ദുൽ ബാരി ഹുദവി, സൽമാൻ അസ്ഹരി, ശംസുദ്ദീൻ ഫൈലി, അബ്ദുള്ള ഫൈലി പട്ടാമ്പി, അബു മുഹസിൻ ആലുപറമ്പ്, സമദ് ഫൈലി കരുവമ്പലം, CM അലി മൗലവി നാട്ടുകൽ, മിസ്റാബ് വാഫി തിരൂർ, മുസ്തഫ ഹുദവി തുടങ്ങി കേരളത്തിലും പ്രവാസ ലോകത്തുമുള്ള പ്രഗത്ഭ പണ്ഡിത നിര നേതൃത്വം നൽകുന്ന പഠന പ്രഭാഷണങ്ങൾ. റൗള ഷരീഫിൻ വഴി സമർപ്പിച്ച് പുണ്യ സമസ്തയ്ക്ക് പിന്നില് റൗള ഗീതമിക്കൊടി പറപ്പിച്ച് SKSSF വിണ്ണില്, SKSSF വിണ്ണില്. ഓൺലൈൻ ദീനി ദഅ്വ രംഗത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച കേരള ഇസ്ലാമിക് ക്ലാസ് റൂം റേഡിയോ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് എന്നിവയിലൂടെ തത്സമയം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരു വിജ്ഞാനജാലകം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം റേഡിയോ, KICR SKSSF. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കേദാര ഭൂമിയിൽ സ്വാഗതം. കേളിമി ഗന്ധദീനീദളത്തിന്റെ ചേരിൽ അണിചേർന്ന സൗഹൃദം, ചേരിൽ അണിചേർന്ന സൗഹൃദം. മക്കത്തോടിത്തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ, മണ്ണിൻ മുഖത്തളിവേ ഹബീബുള്ള അഹലത്തിൻ പൊന്നോളിവേ, ഹബീബുള്ള അഹലത്തിൻ പൊന്നോളിവേ. മക്കത്തോടിത്തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ, മണ്ണിൻ മുഖത്തളിവേ ഹബീബുള്ള അഹലത്തിൻ പൊന്നോളിവേ, ഹബീബുള്ള അഹലത്തിൻ പൊന്നോളിവേ. ആമിന പെട്ടോളിവേ നബിയുള്ള അബ്ദുള്ള പെൺതളിവേ,
ആദരവിന്നാടിയേ ഷഫീഉള്ള അഷ്റഫുൽ ഖൽഖാലിബേ ചന്ദ്ര സുന്ദരരേ നബിയുള്ള ചന്ദൻ നിഗന്ധവരേ നബിയുള്ള ചന്ദൻ നിഗന്ധവരേ സത്യമുത്തവരേ റസൂലുള്ള കൽബ് തെളിന്തവരേ റസൂലുള്ള കൽബ് തെളിന്തവരേ മക്കത്തു വിട്ടോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ നേരിറത്തലിവേ ഹബീബുള്ള അല്ലമീനന്നവരേ നിയമം നടത്തിയോരേ നബിയുള്ള നാണിയം പെറ്റവരേ പാപങ്ങളറ്റവരേ റസൂലുള്ള താനം പെരുത്തവരേ റസൂലുള്ള താനം പെരുത്തവരേ ചേലിൽ നികന്നവരേ നബിയുള്ള മുത്തു മുഹമ്മദരേ നബിയുള്ള മുത്തു മുഹമ്മദരേ മക്കത്തുതിത്തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ വാനത്തിലേറിയോരേ മിഹ്റാജ് ആനന്ദം കൊണ്ടവരേ വാനത്തിലേറിയോരേ മിഹ്റാജ് ആനന്ദം കൊണ്ടവരേ വാനത്തിനപ്പുറത്തെ ഹരിശിന്റെ പൊന്നൊളി കണ്ടവരേ ആകാശവാസികളാം നബിമാരെ ആകനളർത്തവരേ നബിമാരെ ആകനളർത്തവരേ ആദിയോനാദരിക്കേ ആദിയോനാദരിക്കേ നബിയാരെ ആക്കമ്മണയ്ക്ക് നേരേ നബിയാരെ ആക്കമ്മണയ്ക്ക് നേരേ മക്കത്തുതിത്തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ മക്കത്തുതിത്തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ നബിയുള്ള അബ്ദുള്ള തൻതളിവേ ഷഫീഉള്ള അഷ്റഫുൽ ഖൽഖാലിബേ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിടിയിലമർന്ന യുവത്വം, ബന്ധങ്ങൾക്ക് മാന്യത കൽപ്പിക്കാത്ത ആധുനിക സമൂഹം, വിവര സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിൽ ആടിയുലയുന്ന ലോകജനത, സംസ്കാര ശൂന്യതയും ഇസ്ലാമിക പൈതൃകം തച്ചുടക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മതമൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പേ നടന്നുപോയ പണ്ഡിത മഹത്തുക്കൾ തെളിച്ചു തന്ന വഴികളിലൂടെ ആധുനിക ടെക്നോളജിയെ ദീനീ സേവന രംഗത്ത് ഉപയോഗപ്പെടുത്തി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ ഉറച്ചുനിന്ന് യഥാർത്ഥ സുന്നി പാത വ്യക്തമാക്കിക്കൊണ്ട് ഒരു പൊൻതിങ്കൾ ഉദിച്ചു നിൽക്കുന്നു. പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കണ്ണിമുറിയാത്ത ആദർശ സംഹിതയുമായി കേരള ഇസ്ലാമിക് ക്ലാസ് റൂം KICR SKSSF. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കേദാരഭൂമിയിൽ സ്വാഗതം. കേളിവി ഗന്ധരീദവത്തിന്റെ ചേലിൽ അണിചേർന്ന സൗഹൃദം, ചേലിൽ അണിചേർന്ന സൗഹൃദം.
റൗള ഷരീഫിൻ വഴി സമർപ്പിച്ച് പുണ്യ സമസ്തയ്ക്ക് പിന്നില് റൗള ഗീതമി കൊടി പറപ്പിച്ച് SKSSF വിണ്ണില് SKSSF വിണ്ണില്. ആധികാരിക തഫ്സീർ പഠനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പഠനത്തിന് തഫ്സീർ ക്ലാസുകൾ, മലയാളം, ഇംഗ്ലീഷ് ഖുർആൻ ക്ലാസുകൾ, ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠനത്തിന് ഫിഖ് ക്ലാസുകൾ, ഇസ്ലാമിക ദഅ്വാ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതപ്പെട്ട ബുഷ്റാഖുമൂല്യം സുന്നത്ത് ജമാഅത്ത് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ആദർശ പഠനം, ഹദീസ് ക്ലാസ്, അറബി ഭാഷാ പഠനം, ചരിത്ര പാത, ജുമാദിന പ്രത്യേക പരിപാടികൾ, പ്രാസ്ഥാനിക ചിന്തകളുമായി ഓപ്പൺ ഫോറം, ആനുകാലിക സംഭവങ്ങളിൽ ചർച്ചകൾ, കുരുന്നുകൾക്കായി കുരുന്നുകൂട്ടം, മുസ്ലിം കേരളത്തിന്റെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ആത്മീയ ലോകത്തെ നിറസാന്നിധ്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ നായകരുമായിരുന്ന പണ്ഡിത കേസരികളെ പരിചയപ്പെടുത്തുന്ന ചരണമുദ്ര, രാത്രിയുടെ ഇരുളിന് ആത്മീയ വെളിച്ചം പകരാൻ ഹദ്ദാദ് റാത്തീബും ദുആ മജ്ലിസുകളും, കേരളത്തിലെയും പ്രവാസ ലോകത്തെയും സമ്മേളനങ്ങളും ആത്മീയ വിജ്ഞാന പ്രഭാഷണ സദസ്സുകളുടെ തത്സമയ പ്രക്ഷേപണവും, വിരൽത്തുമ്പിലൊരു വിജ്ഞാനജാലകം, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, KICR SKSSF. വിജ്ഞാനം വിനയം തുടരുന്ന സേവനം വിജയത്തിലേക്ക് കൈകോർത്ത് നടക്കണം. അതവില്ലാതിന്നാദ്യ പാഠം തുടങ്ങണം. അറിവിൻ വെളിച്ചത്തിൽ കണ്ണ് തുറക്കണം. അഹ്ലുസുന്നത്തിന്റെ പാത നമ്മുടെ നാട്ടിൽ 4 ആള് കൊണ്ടുവന്നാല് അതായിരിക്കും ആ നാട്ടു നടപ്പ്. അതാരും ഉണ്ടാക്കുന്നില്ലല്ലോ. ഈ അടുത്ത് ഞാൻ കോഴിക്കോട് ഒരു ഹോമിയോ ഡോക്ടറെ സമീപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നല്ല പക്കാ മുസ്ലിം, നല്ല ബോധമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ്, എന്റെ വിവാഹത്തിന്റെ അന്ന് എനിക്ക് ചെലവായത് 8,000 രൂപയാണ്. ആകെ 8,000 രൂപ. അപ്പൊ അതിൽ ബന്ധുക്കൾ വന്നു, സുഹൃത്തുക്കൾ വന്നു. ഞാൻ ചോദിച്ചു, ഭക്ഷണത്തിന് എന്തേ നിങ്ങൾ ചെയ്തത്? എല്ലാവർക്കും റാഹത്തായിട്ട് നല്ല ബീഫിന്റെ കറിയും നല്ല മുന്തിയ ഇനം നെയ്ച്ചോറും ഞാൻ വെച്ചു കൊടുത്തു. വേറൊന്നുമില്ല. മുലാഫാത്തിലായിരുന്നു. മുലാഫാത്തിനാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ്. നല്ല നെയ്ച്ചോറും അതിലേക്ക് നല്ല ബീഫിന്റെ ഒരു കറിയും കൊടുത്തു. പിന്നൊന്നുമില്ല. പിന്നെ പുതുക്കം പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ പുതുക്കം പോകുന്ന ചടങ്ങ് തേടിപ്പോവുക, എന്നിട്ട് വധുവിനെ കൊണ്ടുവരിക. അതിന് ഞാൻ എന്റെ അപ്പോഴേക്ക് എന്റെ വധു അവരുടെ വീട്ടിൽ മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നല്ലൊരു റാഹത്തായി നല്ലൊരു ദുആയൊക്കെ നടത്തി അവൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവന്നു, മണിയറയിൽ കയറ്റി. വളരെ സന്തോഷകരമായൊരു കല്യാണം. ഇത് കണ്ടിട്ട് ഇദ്ദേഹം പറയാണ്, ആ നാട്ടിലെ അയൽപ്പക്കക്കാരും സുഹൃത്തുക്കളും അടങ്ങുന്ന 6ഓളം കല്യാണം പിന്നെ ഈ രീതിയിലായിരുന്നു. ഈ ഒരു സംസ്കാരം എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ എത്ര ആളുകളുടെ ബാധ്യത നമുക്ക് വസൂലാക്കാൻ കഴിയും? ഇതൊക്കെ പ്രശ്നം എവിടെ കിടക്കുന്നത്? ആളുകൾ എന്ത് പറയും? അല്ലെങ്കിൽ മനുഷ്യന്മാരെന്താ വിചാരിക്കുക? ഈ ഒരൊറ്റ പ്രോബ്ലമാണല്ലേ ഈ മുതൽ മുഴുവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം. അത് നമ്മളെങ്ങനെ മാറ്റി പോരെ? ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ, നീ റോമിലേക്ക് പോവുകയാണെങ്കിൽ റോമക്കാർ ചെയ്യും പോലെ ചെയ്യണം. അതാണ് കാസർഗോഡ് പോകുമ്പോൾ കാസർഗോഡിലെ ആചാരം നമ്മൾ എടുക്കണം. കാസർഗോഡിന് വിരുദ്ധമായ ഒരു ആചാരം എടുക്കുമ്പോഴാണ് ഇയാൾ ഏതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നാടോടുമ്പോൾ നടുവേ ഓടണം. ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ട തിന്നണം. കോൾ ദി സ്പെയ്ഡ് സ്പെയ്ഡ്, തുമ്പായെ തുമ്പായ എന്ന് വിളിക്കണം. ഈ പഴമൊഴികൾ മുഴുവൻ ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മാധ്യമം നാട്ടുകാർ ചെയ്യുന്നതിന്റെ ഒന്നുകൂടി ഉഷാറാക്കി പൊലിപ്പിച്ച് ചെയ്യുക. അതിൽ നിന്നാണ് ഈ പറയുന്ന ദുരാചാരങ്ങൾ മുഴുവണ്ടായത്. ഒരർത്ഥത്തിൽ നമ്മൾ സമുദായത്തിലൊക്കെ അത്തരം കാര്യങ്ങളിൽ വളരെ നല്ല ഇടപെടലുകൾ നടത്താൻ സാധിക്കും, ഉറപ്പാണ്. എന്താ അവിടെ ഒരു ഡിസോർഡർ? എന്താ പ്രശ്നം? എന്തെങ്കിലും ഇടജന്തുക്കളാണോ? എന്താണ് പ്രശ്നം?
നമ്മുടെ സഹോദരിമാരൊന്ന് ശാന്തമായിട്ട് ഇരിക്കി. ഇത് നല്ല മജ്‌ലിസുൽ ഇൽമാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഇരിക്കി, ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കി. നമ്മളെ സദസ്സ് അലങ്കോലപ്പെടാതിരിക്കാൻ അത് സഹായകമാകും. ആ സംഘാടകർ അവിടെ നിന്ന് ശ്രദ്ധിക്കണം. ഇതുവരെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടെ മുമ്പിലായിരുന്നു, ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അടക്കം. ഇപ്പൊ അത് ബാക്കിക്കാണ്. അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ സൈലന്റ് ആവേണ്ട ഒരു നിമിഷം എന്ന് പറഞ്ഞാല് ആനായ തങ്ങളെ പ്രസംഗം നടത്തുന്നത്. അപ്പൊ ഈ പിള്ളേരൊക്കെ പാടെ എല്ലാവരും വീഡിയോ എന്തെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇയാൾക്ക് എന്ത് സ്കോപ്പുണ്ട്? എല്ലാവരും ക്യാമറാമാനാകാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാവർക്കും സ്കോപ്പുണ്ട്. ഭയങ്കര ബഹളവും വർത്താനവും. നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ കെയർ ചെയ്യണം. ഞാൻ ആക്ഷേപിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ തങ്ങളെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പക്ഷേ പിന്നിൽ ഒരുപാട് ആൾക്കാർ വളരെ ഗൗരവമായിട്ട് സീരിയസ് ആയി തന്നെ കേൾക്കുന്നുണ്ട്. എന്താ തങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള മനസ്സോടുകൂടി ഇവിടെ ഭയങ്കര ഈ ചെറിയ മക്കളല്ലേ ഇവര് പറഞ്ഞിട്ട് കാര്യം. അപ്പൊ അത്ര ലീഡർ വരും. എന്താണ്? ഓക്കെ എല്ലാവരും നമ്മളെ സദസ്സ് ശാന്താവണം. സദസ്സ് ശാന്തായിട്ടില്ലെങ്കിൽ പരിപാടി തുടരാൻ പ്രയാസാണ്. ഞാൻ കൂടുതൽ കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ, കഅബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ. പാരിൻ നടുവിൽ പെരിയോണമൈത്ത പരിശുദ്ധ കഅബാലയം, പൂമാൻ റസൂലിൻ പാദം പതിഞ്ഞ പുകളേറും പുണ്യാലയം, പടപ്പുകൾ ലബ്ബൈക ചൊല്ലിയണയും തൗഹീദിൻ ദേവാലയം, കണ്ണിൽ കാണിക്ക കഅബാലയം, കഅബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ. പണ്ട് ഖലീലിൻ കൈകളാൽ തീർത്ത ശാന്തി മന്ദിരമേ, പരനെ സുജൂദ് ചെയ്യാൻ നിദാനം കിബ്ലയാം സൗഭാഗ്യമേ, പരിശീലിതരാം കെട്ടിയണയും അഹരിന്റെ വന്യാലയം, കണ്ണിൽ കാണിക്ക കഅബാലയം, കഅബാലയം. പാഠപുസ്തകത്തിലെ സബ്ജക്റ്റ്. അതുകൊണ്ട് ഖുർആൻ അന്യമതസ്ഥന്റെ യൂറോപ്യൻ കൺട്രീസിലെ വൻകിട യൂണിവേഴ്സിറ്റിയിലെ പഠന വിഷയമായി. ഇവിടെ ലോകത്ത് എത്ര വേദങ്ങളുണ്ട്,
ഞാൻ ഒരു വേദങ്ങളെയും വിമർശിക്കല്ല. വിമർശനാത്മകമായ പ്രസംഗത്തിന് ഒരു സ്കോപ്പും ഇന്ത്യ രാജ്യത്തില്ല. ഇക്ബാൽ തന്നെ പറഞ്ഞു, സ്വാതന്ത്ര്യദിനം ഇവിടെ കഴിഞ്ഞുപോയി. മസ്ഹബ് സിക്കാത്ത आपस में बैर रखना, हिंदी है हम वतन है हिंदुस्तां हमारा, यूनान मिस्र रोमा सब मुट गए जहां से, अब तक मगर है बाकी नामो निशा हमारा, गुर्बत में हो अगर हम रहता है दिल वतन में, समझो वही हमें दिल हो जहां हमारा, पर्वत व सबसे ऊंचा हमसाए आसमां का, वो सुंदरी हमारा वो फासबा हमारा, ये आबरूद गंगा वो बिंध्य याद तुझको, उतरा तेरे किनारे जब कारवा हमारा, सारे जहां से अच्छा हिंदुस्तां हमारा, हम बुलबुले हैं इसकी ये गुलसिता हमारा. ഇക്ബാലിന്റെ തരാനെ ഹിന്ദി ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സംഗീതത്തിന്റെ പൂങ്കയിൽ പാടിപ്പതിഞ്ഞുപോയ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിന്റെ ഇതര നാടുകളിലും ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന സംഗീതം പോലെ ഇവിടെ വ്യത്യസ്ത വർണ്ണങ്ങളാണ്, വ്യത്യസ്ത പ്രദേശങ്ങളാണ്, വ്യത്യസ്ത വർഗങ്ങളാണ്, വ്യത്യസ്ത ലിംഗങ്ങളാണ്, എല്ലാം വ്യത്യസ്തമായിരുന്നിട്ട് പോലും മസ്ഹബ് നഹീ സിഖാത്തി, ഈ മതങ്ങൾ പഠിപ്പിക്കുന്നില്ല ആപസ്മെ ബേറുരഖ്ന, പരസ്പരം ശത്രുവായി തീരാനല്ല മതം പഠിപ്പിക്കുന്നത്. ഹിന്ദി ഹൈ ഹം, നമ്മൾ ഇന്ത്യക്കാരാണ്, ഹിന്ദുസിതാ ഹമാര. മഹാനായ മമ്പറത്തങ്ങൾ പാപ്പാന്റെ പ്രൈവറ്റ് സെക്രട്ടറി കോന്തുണ്ണി നായരാണ്. ഇവിടെ കുഞ്ഞായി മുസ്ലിയാർ ചർച്ച ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് മങ്ങാട്ടച്ചനുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം അതാണ്. അത്തരം പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രവർത്തനങ്ങളെ നിശ്ചിതമായി തന്റെ മൗനം കൊണ്ടും മന്ദസ്മിതം കൊണ്ടും എതിർത്തൊരു മനുഷ്യനാണ് ഈ ഇറങ്ങിപ്പോയ മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായി പോയതിന്റെ ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ലേഖനം വന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിട പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ആ പത്രം എഴുതിയത് മതേതര ഭാരതത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ദി പ്രൊഫറ്റ് ഓഫ് സെക്യുലറിസം, മതേതരത്വത്തിന്റെ പ്രവാചകനെയാണ് രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത്. ഏത് പത്രമായി എഴുതിയത് നമ്മൾ ആലോചിക്കണം. സുകുമാർ കക്കാട് കേരളം കണ്ട ഏറ്റവും വലിയ കവിയാണ്, ഹൈന്ദവ കവി. ആ കവിയുടെ ഒരു രചനയിൽ പ്രത്യക്ഷപ്പെട്ട കവിത ഞാൻ ആലോചിച്ചുപോയി. ശിഹാബ് തങ്ങൾ വഫാത്തായതിന്റെ ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഈ കവി എഴുതി, ആലോല പൂങ്കവ ആത്മീയ നായക ആലോല പൂങ്കവ ആദരമുത്തു ശിഹാബെന്ന സാത്വിക, അങ്ങേ കൊടപ്പനക്കൽ വീട്ടിലുത്തമ ചൈതന്യ സാരമായി തീർന്നൊരാ, ആദരാലഷ്ടതിക്കുമാരാധ്യന കുടുംബത്തിൻ ശ്രേഷ്ഠന, ബന്ധനങ്ങൾക്കു സമഹരി സമർപ്പിച്ച വമ്പർ മുഹമ്മദിൻ പേരിട്ട പൂമകൻ. ഇത്ര മനോഹരമാണ്. ഒരു മുസ്ലിമിന് അങ്ങനെ എഴുതാൻ കഴിയും. ഇദ്ദേഹം എഴുതി, പരിശുദ്ധ നായകൻ മദീനയുടെ മണലാരണ്യത്തിൽ ഇരുന്നിട്ട് ഏതൊരു സമൂഹത്തെ നിയന്ത്രിച്ചോ പുഞ്ചിരിച്ചിട്ട് ആ സമൂഹത്തെ നിയന്ത്രിച്ച പരിശുദ്ധ നബിയുടെ നിഴൽ മലപ്പുറത്തെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ ഞങ്ങൾ കണ്ടു എന്നെഴുതിയത് സുകുമാർ കക്കാട് എന്ന് പറയുന്ന കവിയാണ്. അവിടെയാണ് മതേതരത്വം. എന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം മതക്കാരെയും ഒരു കണ്ണുകൊണ്ട് കാണാനുള്ള വിശാല മനസ്കതയുടെ സ്നേഹം, ആ സ്നേഹത്തിന്റെ പാനപാത്രം പോലെ ഈ കൊടപ്പനക്ക് തറവാട്ടിലെത്തുമാ നമ്മൾ ആലോചിക്കും. അൽഹംദുലില്ലാഹ്
ഈ നാട്ടിനും ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സൗഭാഗ്യം. ഇന്ന് പാണക്കാട് തറവാട്ടിലെ ഏറ്റവും മുതിർന്ന കാരണവരാൻ 9-ാം തീയതി ഇവയെ ഉദ്ഘാടിച്ചാനയിച്ചത് പിളകാൻ പാടില്ല എന്ന പത്രസമ്മേളനം നടത്തിയ മുത്ത് ശിഹാബിന്റെ മോനാണ്. ഈ പരിപാടിയുടെ സമാപനത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ചത് തുടക്കവും അനുഗ്രഹം, ഒടുക്കവും അനുഗ്രഹം. അങ്ങനെ സയ്യിദിൽ നിന്ന് തുടങ്ങി സയ്യിദ് തേടുന്നിതാ കൊതിയേറുന്നിതാ മക്കളും കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ, കഅബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ. പാരിൻ നടുവിൽ പെരിയോണമൈത്ത പരിശുദ്ധ കഅബാലയം, പൂമാൻ റസൂലിൻ പാദം പതിഞ്ഞ പുകളേറും പുണ്യാലയം, സൗകര്യങ്ങളോടുകൂടിയ പകിട്ടാർന്ന താരരാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ കെട്ടിടം മഹാനായ തങ്ങൾ നിങ്ങൾക്ക് തുറന്നു തന്നു. എന്തിന്? ഒരു ദർസിന്. പിന്നെ മുസ്തഫ കമാൽ ജാബർ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ എക്സ് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ പറയാതിരിക്കോ? എന്റെ നാട്, ഞാൻ അറേബ്യയിൽ നിന്ന് വന്നു, എന്റെ നാട്ടിൽ പള്ളി ദർസ് സമ്പ്രദായമൊന്നുമില്ല. മദീനത്തെ പള്ളിയിലാണ് പള്ളി ദർസ് തുടങ്ങി. മദീനത്തെ പള്ളിയിൽ മൗഖൂഫല്ലാത്തൊരു ചെരു, മൗഖൂഫായ ഒരു ചെരു, അഹ്ലു സുഫ, സുഫത്തിന്റെ അഹ്ലുകാരെ ചരിത്രം ഏത് ഹിസ്റ്ററിയിലും ഇസ്ലാമിന്റെ താരീഖിലും നമുക്ക് കാണാം. ആ സുഫത്തിന്റെ അഹ്ലുകാരായ മുതാലിമീങ്ങൾ അവിടെ വന്നിട്ട് കിതാബ് എഴുതി പഠിക്കുക. ഇത്ര മനോഹരം. ആരാ ഉസ്താദ്? പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ലോകത്തിന്റെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മദീനത്തെ പള്ളി അവിടുത്തെ തർക്ക പരിഹാര കേന്ദ്രം കൂടിയായിരുന്നു. ആർക്കെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിക്ക് ഓടിപ്പോകുന്ന സംസ്കാരം മുസ്ലിം ദയവ് ചെയ്ത് നിർത്തിയേക്കണം. നമ്മുടെ കുടുംബ കൗടുംബിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് മഹല്ല് സംവിധാനം. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന ഈ മുസ്ലിം സമുദായത്തിന്റെ ഈ മഹല്ല് സംവിധാനത്തിന്റെ ഒരു കെട്ടുറപ്പ് നമ്മുടെ സഹോദര മതസ്ഥനായ ഒരു ബുദ്ധിജീവിയെ എടുത്ത് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഓർത്തുപോവാൻ, നിങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എത്ര സെറ്റപ്പുള്ള ലൈഫ് നയിക്കുന്നു മതകീയമായി. കാരണം നമ്മുടെ കുട്ടിയുടെ ഒരു നിക്കാഹ് നടക്കണമെങ്കിൽ ആദ്യം മഹല്ല് സെക്രട്ടറിനെ കാണാണ്, പ്രസിഡന്റിനെ കാണാണ്, അവിടുന്ന് ഒരു ഫയൽ, അവിടുന്ന് ഒരു ഫോം, വധുവിന്റെ കയ്യിൽ നിന്ന് ഒരു ഫോം, വരന്റെ കുടുംബത്തിൽ നിന്ന് വേറൊരു ഫോം, എന്നിട്ടോ മഹല്ലിലെ ഉത്തരവാദിത്തപ്പെട്ട ഖതീബ്, 2 ഷാഹിദ്, കുട്ടിയുടെ വലിയ ഉണ്ടെങ്കിൽ വലിയ തന്നെ, വലിയ അസാന്നിധ്യത്തിൽ വലിയന്റെ അഭാവത്തിൽ മറ്റൊരാൾ, ആരുമില്ലെങ്കിൽ ഖാവി, ആരെങ്കിലും കയറി കണ്ട് കൈ കൊടുക്കല്ല, ഖാവി. അപ്പൊ ഒരു ഖാവി സമ്പ്രദായം. മഹല്ലിൽ ഉത്തരവാദിത്തം ആർക്കുമില്ലെങ്കിൽ അത് ഖാദിയിലേക്ക് പോവുകയാണ്. നായിബ് ഖാദിയുടെ ഉത്തരവാദിത്തം ഖതീബ് നിർവഹിക്കുമ്പോൾ ഖതീബിന്റെ കയ്യിൽ നിന്ന് കടന്നുപോകുന്ന ഉത്തരവാദിത്തത്തിന്റെ മേലാളാവാൻ അല്ലാഹു അവകാശം കൊടുത്തിരിക്കുന്നത് ഖാദിയുടെ കയ്യിലേക്കാണ്. അങ്ങനെ ഒരു ഖാദി. ഇങ്ങനെ നമ്മുടെ ഈ മഹല്ലിന്റെ ഹിസ്റ്ററി കേരളത്തിൽ പഠനവിധേയമാക്കുകയാണെങ്കിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന മഹല്ല് സമ്പ്രദായം കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ നടത്തിയ ഹിസ്റ്ററി, എൻവിറോൺമെന്റ്, എംപവർമെന്റ്,
വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്യൽ, ഇതിന് ശക്തി കൊടുക്കുന്ന സമ്പ്രദായമാണ് ഈ ദർസ് സമ്പ്രദായം. മദീനത്തെ പള്ളിയിൽ അഹ്ലു സുഫ്ഫതെല്ലാം പഠിക്കാൻ, ആ കുട്ടികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്നൊക്കെ പഠിക്കാൻ, ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ചു, തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു, ഉസൂൽ പഠിച്ചു, അദബ് പഠിച്ചു, അഖീദ പഠിച്ചു, ഫുറൂഅ് പഠിച്ചു, ഫറാഇദ് പഠിച്ചു, ഇസ്ലാമിന്റെ അഹ്കാം ശറായിത്ത് ഒക്കെ പഠിച്ചു. അപ്പൊ നല്ല തലയെടുപ്പുള്ള പണ്ഡിതനായി സഹാബ. അപ്പൊ അവരെ പറ്റി പറഞ്ഞു സഹാബി കന്നജൂം. ഈ 1,24,000 ശിഷ്യന്മാരുണ്ടല്ലോ, അവര് നക്ഷത്രങ്ങളെ പോലെയാണ്. എന്റെ സഹാബയാകുന്ന നക്ഷത്രങ്ങളിൽ ഏതൊരു നക്ഷത്രത്തെയാണോ നിങ്ങൾ പിൻപറ്റിയത്, നിങ്ങൾ പലക്കൂല, ആരെ പിൻപറ്റിയാലും നിങ്ങൾ പലക്കൂല, അവരാണ് എന്റെ സഹാബ, അവരാണ് എന്റെ സഹാബ. 1,24,000 പരം സഹാബത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാരുണ്ടായിട്ട് മദീനത്തെ പള്ളിയുടെ മഖ്ബറയിൽ 10,000 സഹാബാക്കൾ മാത്രമാണല്ലോ കിടക്കുന്നത്. ബാക്കി എവിടെ പോയി? ഇത് ഇസ്ലാമിക ചരിത്രത്തിന്റെ വേറിട്ടൊരു ചർച്ചയായിട്ടുണ്ട്. മദീനത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കാൻ പരിശുദ്ധ ജന്നത്തുൽ ബഖയിൽ 10,000 സംതിങ് സഹാബത്തിന്റെ ഖബറേ ഉള്ളൂ. 1,24,000 ആളുകൾ ഉണ്ടായിട്ട് എവിടെ പോയി? ആഫ്രിക്കയിൽ സഹാബി എത്തി, അന്റാർട്ടിക്കയിൽ സഹാബി എത്തി, ചൈനയിലും ചെച്നിയയിലും റഷ്യയിലും യൂറോപ്യൻ കൺട്രീസിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തും എത്തി, മാലിക് ദീനാറും കൂട്ടരും കേരളത്തിലും എത്തി. ഇങ്ങനെ ഇസ്ലാമിന്റെ ഒരു വേൾഡ് വൈഡ് വെബ് സമ്പ്രദായം, ഇന്നത്തെ ഇന്റർനെറ്റ് സമ്പ്രദായത്തിന്റെ മുന്നോടിയായി അന്നുള്ള ഒരു ഇസ്ലാമിക പ്രൊപ്പഗേഷൻ വേൾഡ് ലെവലിൽ കടന്നു വന്നു. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെ അതിർത്തികളിലും ഇസ്ലാമിന്റെ ടച്ച് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പോയില്ലേ? സ്പെയിൻ ഒരു കാലത്താര കയ്യിലാണ്. സ്പെയിൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യമായിരുന്ന അന്തുലുസ്, ഇസ്ബാനിയ, ആ സ്പെയിൻ ഇന്നാര കയ്യിലാണ്. മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയി ആ രാജ്യം. ഇന്നവിടെ കിടക്കുന്നു. സ്പെയിനിന്റെ ഇന്നത്തെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. താരിഖ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന പരിശുദ്ധനായ സഹാബി ഇസ്ലാമിന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന ആ രാജ്യത്താണ് മസ്ജിദുൽ ഖുർത്തുബ, കൊർഡോവ പള്ളി എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ പള്ളിയുണ്ടായത്. മസ്ജിദുൽ ഖുർത്തുബ, കൊർഡോവ പള്ളിയുടെ ചെരുവിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി വഖഫ് ചെയ്യാത്തൊരു ചെരുവുണ്ടായിരുന്നു. അതെന്തിനാ? അന്യമതസ്ഥന് വന്നിട്ട് കിതാബല്ല. സ്പെയിൻ എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിം രാജ്യത്തെ കൊർഡോവ പള്ളി, മസ്ജിദുൽ ഖുർത്തുബ എന്ന് പറയുന്ന പള്ളിയിൽ കിതാബ് ഓതി കൊടുക്കുന്ന മുദർരിസിന്റെ അടുക്കൽ നിന്ന് അഫ്ലാഖ് പഠിക്കാൻ, വാനനിരീക്ഷണ ശാസ്ത്രം പഠിക്കാൻ അന്യമതസ്ഥന് വഖഫ് ചെയ്യപ്പെട്ട പള്ളിയിൽ കയറാൻ പറ്റൂല എന്നതുകൊണ്ട് അവന് വിജ്ഞാനം തടയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പള്ളി അല്ലാത്ത ഒരു സ്ഥലത്ത് പള്ളിയോട് ചേർന്ന് കെട്ടിയുണ്ടാക്കി അത് മൗഖൂഫല്ലാത്ത പള്ളിയുടെ ചെരുവായി മാറി. അവിടെ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഇംഗ്ലീഷുകാരൻ അന്യമതസ്ഥൻ വന്നിട്ട് ഇസ്ലാമിന്റെ രണ്ടും പഠിച്ച പണ്ഡിതനിൽ നിന്ന് കിതാബ് ഓതി പഠിച്ചു. പണ്ടത്തെ ദർസിലൊക്കെ ഒരു പുറത്ത് കാണാം. പണ്ടത്തൊക്കെ പള്ളി ദർസിൽ ഒരു മരത്തിന്റെ ബോർഡ് കാണാം. എന്നിട്ട് അതിലിങ്ങനെ റൗണ്ട് വരച്ചിട്ടുണ്ടാവും. താഴേക്കുണ്ടാകും, ഒരുപാട് ലൈൻസ് ഉണ്ടാകും, ഒരുപാട് ഗ്രാഫ്സ് ഉണ്ടാവും. അതിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്താണ് അതിന്റെ പേര്? അഫ്ലാഖ്. അതിനൊരു കിതാബുണ്ട് ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കാൻ. അഫ്ലാഖ്, ഫലക്ക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തെ മൊത്തം. അഫ്ലാഖ്, ദി സ്റ്റഡി അബൌട്ട് ആസ്ട്രോളജി. ഇത് പഠിച്ച മുദർരിസ് ആസ്ട്രോഫിസിഷ്യൻ ആയിരുന്നു. മസ്ജിദുൽ ഖുർത്തുബയിൽ കിതാബ് ഓതി കൊടുത്ത ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നിട്ട് യൂറോപ്യൻ ഇത് പഠിച്ചുപോയി. ഇന്ന് നാസ അവരെ കയ്യില. നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ചന്ദ്രനിലേക്ക് നീൽ ആംസ്ട്രോങ്ങിനെ പറഞ്ഞയച്ചത് ഈ കിതാബ് ചൊല്ലി അവസാനം അതിനെ ഡെവലപ്പ് ചെയ്ത ഈ മനുഷ്യനാണ്. നമ്മളെ കയ്യിൽ നിന്ന് ഈ സാധനവും സമ്പ്രദായങ്ങളും സാമഗ്രികളും ഒക്കെ പോയി ഇപ്പൊ നമ്മൾ ഒരു പ്രത്യേക വിഭാഗമായി ചുരുങ്ങി. എനിക്ക് വിനീതമായി പറയാനുണ്ട്, നമ്മുടെ ദർസ് സമ്പ്രദായത്തിന്റെ കൂടെ തന്നെ ഇവിടെ സയൻസും മതഭൗതിക സമന്വയ കോഴ്സും കൊണ്ടുവരാൻ കഴിയണം. ഇനി മുനീർ ഉദവി വന്നിട്ട് ഇവിടെ വിവാദം ഉണ്ടാക്കി എന്നുള്ള മിസ്കൺസെപ്ഷൻ പ്ലീസ് എബൌട്ട് മീ അതുണ്ടാകാൻ പാടില്ല. ഞാൻ അതിനാണ് പറഞ്ഞത്. അതിനാണ് ഞാൻ പറയുന്നത്, ഒരു മതപണ്ഡിതന്റെ കയ്യിൽ, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ ദിസ് ന്യൂ ഇറ, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു മതപണ്ഡിതന്റെ കയ്യിൽ നമ്മുടെ കുട്ടികൾ വളരെ ആഴത്തിൽ പഠിച്ചിട്ടാണ് കിതാബ്.
കേരളത്തിലെ മുഴുവൻ പള്ളി ദർസ് സമ്പ്രദായം. മാത്രമല്ല ഈ കിതാബിന്റെ തഹഖീഖ് കിട്ടുന്നൊരു മേഖലയാണ് ദർസ്. കാരണം എന്താ, ഒറ്റ ഉസ്താദിന്റെ കീഴിൽ ഇതിനെ ദൗറായി തകരാറ് കറാത്ത മറാത്തായി ചൊല്ലിപ്പടിക്കാൻ നല്ല തഹഖീഖ് ഉണ്ടാവും. ആ ഒരു ബുദ്ധിയിലേക്ക് ഈ കുട്ടി പഠിക്കുന്നതായിരിക്കുന്ന ഖുർആൻ അഫലാ യൻദുറൂന ഇലൽ ഇബ്രി കൈഫ ഖുലിഖത്ത് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കും, മനുഷ്യരെ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്? ഈ പുരുഷായുസിന്റെ ഇടയിൽ നമ്മളിത് എത്ര വട്ടം കേട്ടു? എന്നാ അള്ളാഹു എന്തിനായി ഒട്ടകത്തിലേക്ക് നോക്കാൻ പറയുന്നത്? ഒരു ഒട്ടകത്തിന്റെ കാര്യം പഠിപ്പിക്കാനല്ല. പ്ലീസ് സ്റ്റഡി അബൌട്ട് ജിയോളജി. നിങ്ങൾ ജന്തുശാസ്ത്രം പഠിക്കുകയും മനുഷ്യന്മാരെ. അതാണ് അള്ളാഹു പറയുന്നത്. കൽബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്. കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്. റൗള കാണിക്കണേ അല്ലാഹ്. പാരിൻ നടുവിൽ പെരിയോണമൈത്ത പരിശുദ്ധ കൽബാലയം, പൂമാൻ റസൂലിൻ പാദം പതിഞ്ഞ പുകളേറും പുണ്യാലയം. പടപ്പുകൾ ലബ്ബൈക ചൊല്ലിയണയും തൗഹീദിൻ ദേവാലയം, കണ്ണിൽ കാണിക്ക കൽബാലയം. കൽബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്. കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്. റൗള കാണിക്കണേ അല്ലാഹ്. പണ്ട് ഖലീലിൻ കൈകളാൽ തീർത്ത ശാന്തി മന്ദിരമേ, പരനെ സുജൂദ് ചെയ്യാൻ നിദാനം കിബ്ലയാം സൗഭാഗ്യമേ. പരിശീലിതരാം കെട്ടിയണയും അഹദിന്റെ വന്ധ്യാലയം, കണ്ണിൽ കാണിക്ക കൽബാലയം. കൽബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്. കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്. റൗള കാണിക്കണേ അല്ലാഹ്. കൽബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്. കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്. റൗള കാണിക്കണേ അല്ലാഹ്. ഘടിപ്പിച്ച് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ പാറി അവസാനം അല്പം സഞ്ചരിച്ച് വീണ് ആ പരിക്ക് മൂലമാണ് അദ്ദേഹം മരിച്ചുപോയത്. കണ്ടുപിടുത്തത്തിന്റെ രക്തസാക്ഷിയാണ് അബ്ബാസ് ഫർനാസ്. പക്ഷേ റൈറ്റ് സഹോദരന്മാരെ ചർച്ച ചെയ്യുന്ന ലോകം അബ്ബാസ് ഫർനാസിനെ ചർച്ച ചെയ്തിട്ടില്ല. സ്പെയിനിന്റെ ഹിസ്റ്ററിയിൽ അതൊക്കെ പറയുന്നു.
ഞാൻ പറഞ്ഞുപോയത് കൊണ്ടുവരുന്നത് നമ്മുടെ കയ്യിൽ കളഞ്ഞുപോയ സ്വത്താണ് ഈ മുഴുവൻ. നമുക്ക് അന്യമായ സ്വത്തൊന്നുമല്ല. ഇപ്പൊ മതബോധിക സമന്വയ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ കൂടുതൽ സ്കോപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പൊ പണ്ഡിതൻ ഭൗതികം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞുപോയ സ്വത്തൊക്കെ നമ്മൾ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. മുസ്ലിം പണ്ഡിതന്മാർ പുതിയ ട്രെൻഡ് കൊണ്ടുവരുന്നു എന്നൊന്നും പറയണ്ട. കാരണം നമ്മളെടുത്തുണ്ടായിരുന്ന മുതലായിരുന്നു ഇതൊക്കെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയുള്ള മേഖലയിൽ ഹാഫിളാക്കിയാൽ പോരാ നമ്മുടെ മക്കളെ, പിന്നെ ഹാഫിളാക്കുന്നതിന്റെ കൂടെ തന്നെ SSLCയിലൊക്കെ A+ നേടുന്ന കുട്ടികൾ മുഴുവൻ വിഷയത്തിലും വളരെ ഷാർപ്പായിട്ട് സമ്പ്രദായത്തിലൂടെ തന്നെ ഹാഫിളായ ഒരു സയന്റിസ്റ്റിനെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ കുട്ടികളെ ഡോക്ടറാക്കണം, MBBS ഡോക്ടറാക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ക്ലിനിക്കിലിരിക്കുന്ന ഡോക്ടർക്ക് ഇസ്ലാമിക ബോധം കിട്ടുന്നില്ല. അതാണല്ലോ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾ നോക്കണം, ഇന്ത്യ രാജ്യത്തെ 2% ഇവിടുത്തെ സിഖുകാർ. 120 കോടി ജനങ്ങൾ, ലോക രാജ്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന പോപ്പുലേഷനാണ് ഇന്ത്യയിലുള്ളത്. ഇത്രയും പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ 2% മാത്രമേ ഉള്ളൂ സിഖുകാർ. എന്നിട്ടോ UPA സർക്കാരിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാത്ത 2 ടൈമിലും പ്രൈം മിനിസ്റ്റർ ഈ 2%. നാവികസേനയുടെ മേജർ 2%, കരസേനയുടെ മേജർ ഈ 2%, വ്യോമസേനയുടെ മേജർ ഈ 2%. നമുക്കെന്താ പണി? നമുക്കിതൊക്കെ കണ്ടിട്ട് കണക്ക് അവതരിപ്പിക്കുക. നമ്മൾ ആലോചിക്കണം, വലിയ വിഷയമാണത് ഈ സമുദായത്തിന് മുമ്പിൽ, അല്ലേ? അതാണ് ഞാൻ പറയുന്നത്, ഉദ്യോഗ തലങ്ങളിലേക്ക് നമ്മുടെ ആളുകളെ എത്തിക്കാൻ കഴിയണം. നമ്മുടെ ആളുകളെ എത്തിക്കാൻ പോരാ, ആ ഉദ്യോഗ തലങ്ങളിൽ എത്തിച്ചേർന്ന ആൾക്ക് മതത്തിന് വേണ്ടി പോരാട്ടം നടത്താനുള്ള പ്രാപ്തിയും ത്രാണിയും മതത്തിന്റെ നോളജും വേണം. ഇനിയും ആ ഒരു വിഷയത്തിലേക്കാണ് കേരളത്തിലെ മഹല്ല് സംവിധാനങ്ങൾ പോകേണ്ടത്. ആ വിഷയത്തിലേക്കാ പോകേണ്ടത്. അതിനുള്ള കൂലങ്കഷമായ ചിന്തയിലേക്ക് നമ്മുടെ യുവാക്കളൊന്ന് ക്യാച്ച് ചെയ്യണം. വളാഞ്ചേരി മഹല്ലിൽ ഞാൻ ഈ വിഷയം പറഞ്ഞു. ഒരു വർഷം ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം മഹല്ലിൽ ഞാൻ ഈ വിഷയം പറഞ്ഞു. ഈ വർഷത്തെ ജനറൽ ബോഡിയിൽ പിന്നെ 20% മുകളിൽ സംവരണം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? അഭ്യസ്ത വിദ്യരായിരിക്കുന്ന ചെറുപ്പക്കാർക്ക്, MA കഴിഞ്ഞോന്, MPhil ചെയ്യുന്നവന്, PhD ചെയ്തുകൊണ്ടിരിക്കുന്നവന്. അവരങ്ങോട്ട് പിടിച്ചിട്ട് ഇസ്ലാമിക ബോധം കൊടുത്തിട്ട് നല്ല പക്വമതികളാക്കുക. എന്നിട്ട് അവരെടുത്തുള്ള സാങ്കേതിക കാര്യങ്ങൾ ഇസ്ലാമിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. എന്താ ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ? ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി എന്ന് പറഞ്ഞാണ്ട് പള്ളിയുടെ ഭരണം, മഹല്ലിന്റെ ഭരണത്തെപ്പറ്റി വ്യക്തമായൊരു ഖുർആന്റെ ആയത്തുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നാൽ പോരാ. സ്ത്രീ സമുദായത്തിന് ആവശ്യകരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വരണം. ലൈക്ക് വഫിയ കോഴ്സ്. ഞാൻ ആലോചിച്ചു, അഭിമാനം കൊണ്ടുപോകാൻ കേരളത്തിൽ ഇപ്പം പുതുതായി തുടങ്ങിയ വളാഞ്ചേരി മർക്കസ് തർബിയയുടെ കീഴിൽ തുടങ്ങിയ വഫിയ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 5 കൊല്ലത്തെ കോഴ്സ്. അതിലെ ആദ്യ ബാച്ച് ഇപ്പൊ പുറത്തിറങ്ങി. അതിൽ 7 പെൺകുട്ടികൾ വഴന്നു പോകുന്ന കുട്ടികളാണ്. ആണുങ്ങൾക്ക് വഴന്നു പറയാൻ പോകില്ല, സ്ത്രീകൾക്ക് വഴന്നു പറയാൻ. ഞാൻ അടുത്ത അബുദാബിയിൽ പോയി ഇസ്ലാമിക് സെന്ററിൽ 2 സുഹൃത്തുക്കൾ, 2 വഫിയന്മാരെ അവിടുത്തെ മുസ്ലിം കുടുംബിനികൾക്ക് പഠന ക്ലാസ് എടുത്തു കൊടുക്കാൻ ഞങ്ങൾ ടിക്കറ്റ് അയച്ചോളാം, ഒരു ഡേറ്റ് വാങ്ങി തരണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ സമുദായം ഒരുപാട് മാറിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ഉന്നമനങ്ങൾ വന്നിട്ടുണ്ട്. വിനീതരായ മുനവ്വറലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ആസാമിൽ പോയിട്ട് ദാറുൽ ഹുദയുടെ സഹസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം 6 ഏക്കർ വരുന്ന ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്തു കൊടുത്തത്. ബിൽഡിംഗ് തറക്കല്ലിട്ട് പോന്നതല്ല, മഹാനായ തങ്ങൾ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ചെയ്ത് ആ നാട്ടിന് സമർപ്പിച്ച്. എന്ത്? കേരളത്തിൽ വളരെ ഉഷാറായി പ്രവർത്തിക്കുന്ന ഹുദവി കോഴ്സിന് ഒരു സമാന്തര സംവിധാനം. അവിടെ ഒരു ഹുദവി കോഴ്സ്, ഇവിടെ ആസാമിൽ, അവിടെ ബംഗാളിലെ കുട്ടികൾ, ആസാമിലെ കുട്ടികൾ, ഹരിയാനയിലെ കുട്ടികൾ, ഈ 4 സ്റ്റേറ്റിലെ കുട്ടികൾ അവിടെ വന്നിട്ട് 500ഓളം അപേക്ഷയെ വന്നത്. ഏതായാലും അൽഹംദുലില്ലാ 10-80 കുട്ടികൾക്ക് തങ്ങൾ കിതാബ് ചൊല്ലിക്കൊടുത്ത് തുടങ്ങി. ഇപ്പൊ ആസാമിൽ കേരളത്തിന്റെ ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ഒരു പീരീഡ് എത്തുമ്പോ അവിടെ നിന്ന് ഈ ഹുദവികൾ ഇറങ്ങാൻ. ഏതാ ഇതിന്റെ കേന്ദ്രം? ആളുകൾ ചോദിക്കും. അപ്പൊ രാജ്യം പറയും കേരളം. ആന്ധ്രാപ്രദേശിൽ നമ്മൾ പോകണം. ചിറ്റൂർ എന്ന് പറയുന്ന ജില്ലയുണ്ട് ആന്ധ്രയിൽ. ആ ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന വിശാലമായ 20ഓളം ഏക്കർ
ഒരു സ്ഥാപനം 5-6 കൊല്ലായി, 4 കൊല്ലം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യ്. അവിടെ നീ പണ്ഡിതന്മാർ ഇറങ്ങാൻ 100 കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കാൻ. ബോംബെയിൽ പോകണം, അവിടെയും സ്ഥാപനം. കേരളത്തിൽ, ഇന്ത്യയിൽ 4 സ്റ്റേറ്റിൽ പ്രവർത്തിക്കാൻ. മഹാനായ ഹൈദരലി തങ്ങൾ പറഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന മതഭൗതിക പഠന സമ്പ്രദായം ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ എത്തിക്കാൻ പോകാൻ. ഇതൊന്നുമല്ല, ഇസ്ലാമിക പ്രബോധനമാണ്. നമ്മളങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ മാറ്റങ്ങൾ വരണം. നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. നമ്മളെ ചെറുപ്പക്കാരുടെ മുഴുവൻ കയ്യിൽ ഇപ്പൊ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, അവിടുന്ന് അങ്ങോട്ട് ഇല്ലാത്തൊരു സാധനമില്ല. സോഷ്യൽ മീഡിയ വളരെ സജീവമാണെന്നർത്ഥം അല്ലെ. രംഗന്മാരോട് വർത്താനം പറയാൻ ആളില്ല. ഇനി അമ്മായിയുടെ വീട്ടിൽ പോയി, എന്നാ അമ്മായി സുഖമല്ലേ, കഴിഞ്ഞു. പിന്നെ സോഫയിൽ ഇരുന്നിട്ട് 4 ആൾ മൊബൈൽ എടുത്ത് അവനാന്റെ ലോകത്താണ്. ഒരുത്തൻ വാട്സപ്പില്, മറ്റും ഫേസ്ബുക്കില്, ഒരുത്തൻ പിന്നെ ട്വിറ്ററിൽ, അങ്ങനെ പോയി. നമ്മുടെ കാലം വല്ലാത്ത കാലമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഓൺലൈൻ പ്രൊപ്പഗേഷന്റെ കാലമാണ്. അതുകൊണ്ട് ഒരു 5 കൊല്ലം മുമ്പ് ഇസ്ലാമിന്റെ ദാഴി വയല് പറയുന്ന ഉസ്താദുമാരായിരുന്നു, ഇസ്ലാമിന്റെ പ്രൊപ്പഗേറ്റർ, പ്രബോധകൻ. ഈ 5 കൊല്ലത്തിന്റെ ശേഷം ഇസ്ലാമിന്റെ പ്രൊപ്പഗേറ്റർ BA എടുത്ത, BCom എടുത്ത, MA എടുത്ത, MCom എടുത്ത, BBA എടുത്ത, MBA എടുത്ത കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ്. കാരണം അവരുടെ കയ്യിലാണ് ഓൺലൈൻ സംവിധാനം. അവര് ഒരു പണിയില്ല. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ 100 കണക്കിന് ആളുകൾ കേൾക്കുന്നു. പക്ഷേ ഇതിന്റെ എത്രയോ 100 ഇരട്ടി ആളുകളിലേക്ക് ഈ പ്രസംഗത്തെ ക്യാച്ച് ചെയ്ത് അതിനെ ക്ലിപ്പുകളാക്കി വിതരണം ചെയ്യുന്നത് അവരാണ്. അപ്പൊ ഞാൻ ഈ പ്രസംഗിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നത് ഇതിനെ വിതരണം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടല്ല ഇതിപ്പോ ലൈവാണ്. അതെ, ഇതിപ്പോ ലൈവാണ്. ഒരുപാട് സ്ഥലത്ത് ഇതിനെ വളരെ ലൈവായിട്ട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രബോധകൻ IT സ്റ്റുഡന്റാണ്, ഇല്ലെങ്കിൽ സാധാരണക്കാരനായ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരനാണ്. അവന്റെ കയ്യിലാണ് പ്രൊപ്പഗേഷൻ. അവൻ അതിനെ ദൗത്യപൂർണമായ രീതിയിൽ തന്നെ ഏറ്റെടുക്കണം. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇന്നൊരു സ്റ്റാറാണ്. നിങ്ങൾക്കറിയാം, മഹാനായ തങ്ങൾക്ക് നല്ലൊരു താരപരിവേഷം കൂടി ഇന്നുണ്ട്. കാരണം എന്താ? മഹാനായ തങ്ങള് ഈ ഓൺലൈൻ സംവിധാനത്തെ വളരെ സജീവമായി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. മതവും ഭൗതികവും തസവുഫിന്റെ സെമിനാറിൽ തുർക്കിയിൽ തങ്ങൾ നടത്തിയ പ്രബന്ധം ഇന്നും തുർക്കിക്കാരുടെ ചർച്ചയാണ്. എല്ലാക്കാരനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ തങ്ങളില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. തങ്ങൾ ഇവിടുന്ന് പോയതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ലോക തസവുഫ് സെമിനാർ, സൂഫികളുടെ സെമിനാറിൽ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രബന്ധം തുർക്കിക്കാരുടെ ഇന്നും ചർച്ചയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മലേഷ്യ യൂണിവേഴ്സിറ്റിയിലാണ് തങ്ങൾ പഠിച്ചത്. നിങ്ങൾക്കറിയാം, അവിടെ ഇംഗ്ലീഷ്, അറബി, തന്റെ വാപ്പാന്റെ അതേ പാരമ്പര്യം, വേറൊന്നും പറയണ്ടല്ലോ. രാഹുൽ ഗാന്ധിയെ പോലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫോളോവേഴ്സ് തങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തങ്ങൾ ട്രെയിൻ ഇറങ്ങി ഇങ്ങനെ വരുമ്പോ ഓരോ കമ്പാർട്ട്മെന്റിൽ തങ്ങളെ കൈ വീശി കാണിക്കാൻ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ചെറുപ്പക്കാർ. ഏതൊക്കെ നാട്ടുകാരുണ്ടാവും അതിൽ. പക്ഷെ ആ മുഖം അത്രയും ഓൺലൈൻ മേഖലയിൽ പതിഞ്ഞുപോയി. ഞാൻ പറയാ, തങ്ങളോട് ഇന്ന് പോരുമ്പോ തന്നെ വെറുതെ ഇങ്ങനെ കുശലാന്വേഷണം പറയുന്നതിന്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ ഞങ്ങൾ ഫോൺ വിളിക്കുന്ന ഇടയിലൊക്കെ പറയാനുള്ളതാ. നിങ്ങളുടെ ഓൺലൈൻ ഫോളോവേഴ്സിന്റെ ഒരു സമ്മേളനം നിങ്ങൾ വെക്കുകയാണെങ്കിൽ അതിന് കേരളത്തിന് സ്ഥലം ഉണ്ടാവില്ല, മതിയാവില്ല. അത് സംഘടനകൾക്കപ്പുറത്താണ്. ഒരുപാട് മതസ്ഥര്, ഒരുപാട് ചെറുപ്പക്കാര്, അങ്ങനെ. അപ്പൊ തങ്ങൾ അതിനെ വളരെ ആരോഗ്യകരമായി ഉപയോഗിക്കുന്നു, തന്റെ ആശയങ്ങളൊക്കെ കൊടുക്കുന്നു. ഇപ്പൊ ഫലസ്തീൻ ഇഷ്യൂ വന്നു. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും, ഫേസ്ബുക്കിലൂടെയൊക്കെ തങ്ങളെ പരിചയം. ഫലസ്തീന്റെ ഇഷ്യൂ വന്നപ്പോൾ സേവ് ഗാസ, പ്രേ ഫോർ ഗാസ, ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പടപൊരുതണം. എല്ലാവരും അവരെ പ്രൊഫൈൽ, വാട്സപ്പിന്റെ പ്രൊഫൈല് ഗാസയുടെ സിമ്പലാക്കി മാറ്റാൻ ആദ്യം കേരളത്തിലെ ഡിക്ലറേഷൻ നടത്തിയത്, ഓൺലൈൻ മേഖലയിലൂടെ ഡിക്ലറേഷൻ നടത്തിയത് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. എത്ര ആള് തങ്ങളെ ഫോളോ ചെയ്തു? വലിയൊരു സന്ദേശമാണ്. മാത്രമല്ല, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിനെ മെയിൽ ചെയ്തു. മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം എത്ര ഇമെയിൽ സന്ദേശം അവിടെ എത്തി. ഇതുകൊണ്ടൊന്നും ഇസ്രായേലിനെ നിർത്താൻ കഴിയില്ലെങ്കിലും ഇതൊക്കെ അവരെ പെരടിക്കിട്ടുള്ള ഓരോ അടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
എന്താ ഈ പലസ്തീനിൽ നടക്കുന്നത്? ആരെയും ഇവർ കൊല്ലുന്നത്? പലസ്തീനിൽ ഗാസയിലെ ഹമാസിന്റെ ഒരു പട്ടാളക്കാരനെ ജീവൻ പോക്കലല്ലേ ഇവരുടെ ലക്ഷ്യം. അങ്ങനെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട സ്ത്രീകളെ കൊല്ലുക, മക്കളെ കൊല്ലുക, ഇതാണ് യുദ്ധനീതി. ഇതിന് ഭീരുത്വം എന്നാ പറയാ. കുട്ടികളെ പിടിച്ച് കൊല്ലുക, സ്ത്രീകളെ പിടിച്ച് കൊല്ലുക. അള്ളാന്റെ റസൂൽ യുദ്ധത്തിന് ഇനി എത്ര സംഘർഷം നിറഞ്ഞ യുദ്ധമാണെങ്കിലും ശരി, സ്ത്രീകളുടെ ശരീരത്തിൽ നിങ്ങൾ കഴിച്ചു പോകരുത്, അവർക്ക് നേരെ ആയുധം പോലും കുട്ടികളെ നിങ്ങൾ വെറുതെ പെടണം. മക്കൾ എല്ലാം മക്കളാണ്. മക്കൾ ഗർഭീയപ്പെട്ട യുദ്ധത്തിൽ പരിശുദ്ധ റസൂൽ പറയുകയാണ്. അതാണെങ്കിൽ ഇൽമിന്റെ ബഹറാൻ നിലവിന്റെ ഒളിയാം, ഇൽമിന്റെ ബഹറാൻ നിലവിന്റെ ഒളിയാം, അധർമ്മത്തിനെതിരായി അടരാടുമണിയായി പാരകെ പൂക്കളും വിടരുകയായി മധുഹഴകാൽ മലരൊലിയായി പ്രഭയേറും തിങ്കൾ KICR മണ്ണിൽ അഭിമാന തികവാം KICR വിണ്ണിൽ ഇൽമിന്റെ ബഹറാൻ നിലവിന്റെ ഒളിയാം, ഇൽമിന്റെ ബഹറാൻ നിലവിന്റെ ഒളിയാം, അധർമ്മത്തിനെതിരായി അടരാടുമണിയായി പാര ഒരു പെണ്ണിനെ കൊന്നാൽ ഇനി ആ ഗർഭപാത്രത്തിലൂടെ വീണ്ടും വീണ്ടും ഈ ശൂരത്വമുള്ള പരാക്രമികളായ മക്കൾ വളരൂല. അതുകൊണ്ട് ഗർഭപാത്രം പേറിയ മാതാവിനെ കൊല്ലുക. ഇതവരുടെ യുദ്ധത്തിന്റെ തന്ത്രമാണ്. മക്കളെ കൊല്ലുന്നതോ പ്രായം ചെന്നവരെ വെറുതെ വിടുക. മക്കളെ കൊല്ലുന്നതോ ഇവര് വളർന്ന് 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 15 വയസ്സായ കുട്ടിന്റെ കയ്യിലുള്ള ചീള് കല്ലിന് 1000 ഇസ്രായേൽ പട്ടാളക്കാരന്റെ സ്കഡർ മിസൈലിനേക്കാൾ വലിയ ശക്തിയാണ്. അതവർക്കറിയാം. അതുകൊണ്ട് ഇവൻ വളരാൻ പാടില്ല. ചെറിയ മക്കളെ കൊല്ലും. ഈ മക്കളിൽ മുഴുവൻ 18 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണ്. 18 വയസ്സിന്റെ താഴെ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ 2, 3, 4, 5, 6 വയസ്സുകളും. കഴിഞ്ഞ റമദാന് കാസർഗോഡ് ഇഫ്താർ പരിപാടിയിൽ സംബന്ധിക്കാൻ പോയിട്ട് ഞാൻ ഒരു ടേബിളിന്റെ അടുത്തിരുന്നു. ബാങ്കങ്ങനെ കൊടുക്കുന്ന നേരത്തെ വിഭവസമൃദ്ധമായ സദ്യ ടേബിളിന്റെ മുകളിൽ നിരന്നിട്ടുണ്ട്. എല്ലാവരും കാരക്കെടുത്ത് വായിലേക്ക് തൊട്ടപ്പുറത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ തേങ്ങി തേങ്ങി കരയാ. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ തോളിൽ കൈ വെച്ചിട്ട് ചോദിച്ചു, സഹോദരൻ എന്താ ഇങ്ങനെ കരയുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് എന്റെ ഇഫ്താറിന്റെ സമയത്താണ്. എന്താ കരയുന്നത്? കൊച്ചുകുട്ടിയെ പോലെ നിയന്ത്രണം വിട്ട് കരയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ആ പലസ്തീനിലെ ജനത്രയത്തിലെ വാവിട്ട് പറയുന്നത് ആ മക്കളെ ആലോചിച്ച് എങ്ങനെ ഭക്ഷണം കഴിക്കും. നമ്മൾ 4 മണിക്കൂർ േക്കാൾ വലിയ എഫക്റ്റായിരുന്നു ആ ചെറുപ്പക്കാരന്റെ ഒരു മിനിറ്റ് നേരത്തെ സംസാരമെന്ന് ഞാൻ എന്നും ഓർത്തുപോവുകയാണ് എന്റെ ഹൃദയം കൊണ്ട്. അല്ലാഹുവേ, അത്തരത്തിലുള്ള പേരിൽ ബോധമുള്ള മനുഷ്യത്വത്തിലുള്ള ചെറുപ്പക്കാരാണ് റബ്ബേ ലോകത്തിന്റെ ശക്തി. അവരെ നിലനിർത്തണേ എന്നിപ്പോഴും ദുആ ചെയ്യാൻ. ആ ചെറുപ്പക്കാരന്റെ വർത്താനം കേട്ടപ്പോൾ ഞാൻ ഒരുപാട് വട്ടം എന്റെ മനസ്സുകൊണ്ട് ഇതായിരുന്നു ആ ചെറുപ്പക്കാരന് വേണ്ടി. ആരാവട്ടെ, എവിടുത്തുകാരനാവട്ടെ, പക്ഷേ അതൊരു മനസ്സാണ്. അതാ മനസ്സെന്ന് പറഞ്ഞാൽ ഒരുവിധ ആളുകളൊക്കെ ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ പലസ്തീൻ ഇഷ്യൂ ഉണ്ടായിട്ട് ജനങ്ങളുടെ ഇടയിലല്ലെങ്കിലും ഈ പത്രത്തെ കരച്ചിൽ വരുന്നെങ്കിൽ അത് ഉള്ളിൽ നിന്നുള്ള അണപൊട്ടത് നിയന്ത്രിക്കാൻ കഴിയാതെ പൊട്ടിയതാ. അപ്പൊ ആ തേങ്ങലിന്റെ ഒരു ശക്തി. എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് പോലും
അണപൊട്ടിയ അണക്കെട്ട് പോലെ നിർജ്വലിച്ച് പുറത്തേക്ക് വരാൻ തേൻ തുള്ളി പോലെ ഈ കണ്ണീർ പ്രണാമങ്ങൾ പലസ്തീനിലെ കുഞ്ഞുമക്കൾക്ക് പ്രവർത്തിക്കുവാനുള്ള അടങ്ങാത്ത അഭിലാഷം കൊണ്ടാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് കൊലയുടെ രാഷ്ട്രീയമാണ്. ഇത് മനുഷ്യന്റെ മാംസം വലിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന രംഗമാണ്. ഈ കടപരിശുദ്ധ റസൂൽ സഹാബത്തിന് പറഞ്ഞു പോലെ എന്റെ തലമുറ അരഞ്ഞു കുറുകേണ്ടി വരുന്നതാണ്. സഹാബതോടുന്നത് പരിശുദ്ധ കബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടുവീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാനാ. സമ്പാദ്യമുതലിൽ നീന്ന് മൂന്നാക്ക് ഫാനാ, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാനാ. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു വിത്തിയാണതിനുള്ളത്. മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. സൂറന്ന കാഹള മുരുദീനം മുഴങ്ങുന്നതാ, അക്കാലമാത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ഖുർആൻ ശരീഫിൽ വ്യക്തമായി പറയുന്നതാ, സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ. ചിതലും പുഴുക്കൾ താവളം പേരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമീ, ഈ റമദാൻ എന്താ അവസ്ഥ? നമ്മളാണ് ഈ കഴിഞ്ഞ റമദാൻ ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തൊരു മുഅ്മിനുണ്ടോ, ഒരു മുസ്ലിം ഉണ്ടോ? കാരണം പലസ്തീൻ ഇഷ്യൂ പറ്റി നിൽക്കാൻ ആരും മനസ്സുകൊണ്ട് കയറുന്നതാണ്. എന്തേ ഇത്തരം കാണാൻ സംഭവവികാസങ്ങളൊക്കെ പഠന വിധേയമാക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞുപോയ കാര്യങ്ങൾ പുലർന്ന പോലെ തോന്നിപ്പോവുകയാണ്. പ്രവാചക എന്ന് പറഞ്ഞത് ഇത് പ്രവചിതാഹ, ഇതാ പ്രവചിക്കപ്പെട്ടത് കാര്യങ്ങൾ പുലർന്നുകൊണ്ടല്ലയോ സർവമതസ്ഥരും പരിശുദ്ധ നബിയെ പ്രവാചകൻ വരാൻ പോകുന്ന കാര്യങ്ങളെ പ്രവചിക്കുന്നവൻ എന്ന് ഹൈന്ദവൻ വിളിക്കുന്നതും ക്രൈസ്തവൻ വിളിക്കുന്നതും മുസ്ലിം വിളിക്കുന്നതും പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാലാർ കാരവാഹേ
नीरे हिजाज खुला उस नाम से है बाकी नामो निशा हमारा അല്ലാഹുവിന്റെ റസൂലേ ആ കാര്യങ്ങൾ ലോകത്തുനിന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് അടിക്കടി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി സൂക്ഷ്മത പുലർത്തലില്ലാതെ മറ്റൊരു പോംവഴിയില്ല, പരിഹാരമില്ല. അതിനാവട്ടെ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ തുടക്കം കുറിക്കപ്പെട്ടതായിരിക്കുന്ന പുതിയ കെട്ടിടം അതിന് ശക്തി പകരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ദർസ് സംവിധാനം വളരെ ഉഷാറായി പ്രവർത്തിക്കണം. ദർസ് സംവിധാനത്തിൽ എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമെന്ന് തോന്നിയാൽ ആ കെട്ടിടം വിഫലമായി പോകരുത്. അവിടെ കാലികമായ ഇസ്ലാമിക തട്ടക്കൂട്ടുന്ന ഒരു ഭരണ സംവിധാനം അവിടെ മുന്നോട്ട് വരണം. ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. എന്റെ പള്ളിയിൽ ഞാനിപ്പോ പുതുബോധി ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. തങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ അരിനൽ ഹഖ ഹഖാ വഅർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലാ വഅർസുഖ്ന ഇജ്തിനാബഹു യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ആയുരാരോഗ്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വിദേശത്ത് കച്ചവടം തുടങ്ങിയ ആളുകളുള്ളവർക്ക് ഖൈറും ബർക്കത്തും കൊടുക്കണേ തമ്പുരാനെ. ആത്മസംബന്ധമായ അസുഖമായി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, രക്ഷ കൊടുക്കണേ തമ്പുരാനെ. പൂർണ്ണ കൊടുക്കണേ തമ്പുരാനെ. ഈ കെട്ടിടം നിങ്ങൾക്ക് പരിഗണിച്ചു വന്ന ഈ മഹാനായ വ്യക്തിത്വത്തിന് ആശ്വാസം പൂർണ്ണായിട്ടും കൊടുക്കണേ തമ്പുരാനെ. ഏതൊരു വ്യക്തിയുടെ സ്മരണകളും കെട്ടിടം നിർമ്മിക്കപ്പെട്ടത് അല്ലാഹുവേ, അല്ലാഹുവേ, ആ വ്യക്തിയുടെ ഹലാലായ സ്വർഗീയമാണമേ തമ്പുരാനെ. ഈ ഒരുമിച്ച് ജോലിയുള്ള പുറത്തുവരേ തമ്പുരാനെ. നിങ്ങളുടെ ഭക്ഷണം ഒരുക്കളെ തമ്പുരാനെ. നിങ്ങൾക്ക് ഇഫത്ത് ربنا تقبل منا إنك أنت السميع العليم إنك أنت التواب الرحيم آمين برحمتك يا أرحم. ബഹുമാനപ്പെട്ട മുനീറിയെയും പ്രൗഢഗംഭീരമായ പ്രഭാഷണം കഴിഞ്ഞു. ഇനി ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റിയുടെ ട്രഷറർ ആദരണീയനായ BA അബ്ദുൽ ലത്തീഫ് ഹാജി അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.